ഹായ് ഓൾ, എല്ലാവർക്കും ഡെൽറ്റ ലാൻഡ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഫിസിക്സിൻ്റെ തന്നെ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് ഇത്. ഫസ്റ്റ് വീഡിയോ ഓൾറെഡി ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ കണ്ടു നോക്കാം. നമ്മുടെ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ആണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തത്. പിന്നെ ആ ചാപ്റ്ററിൻ്റെ കുറച്ച് ഇൻട്രഡക്ഷൻ കാര്യങ്ങളുമാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ സെക്കൻഡ് ലോയും തേർഡ് ലോയും ഈ ഒരു വീഡിയോയിൽ കൂടെ പറയാം. സോ അതിന് മുന്നേ ഇതിപ്പം ഫിസിക്സിന്റെ ഒരു 5th വീഡിയോ ആയിരിക്കും. പിന്നെ മുന്നേയുള്ള 4 വീഡിയോസിൽ നമ്മൾ ഈ പാർട്ടിക്കിൾ ഡൈനാമിക്സിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലെ ഒരു മോഷന്റെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിരുന്നത്. പിന്നെ രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ട് നമ്മുടെ +1 ഫിസിക്സിന്റെ തന്നെ മോഷനെ പ്ലെയിൻ എന്ന് പറഞ്ഞത്. അതിലെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടില്ല, അത് ചെയ്യാം. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഈ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ കെമിസ്ട്രിയുടെയും വീഡിയോസ് നമ്മൾ പാരലായിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടു നോക്കാം. ആറ്റം മോഡൽസും അതുപോലെ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരെയുള്ള ടോപ്പിക്കാണ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ ബാക്കി വീഡിയോസ് നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനിലേക്ക് പോവാം. അതായത് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം അല്ലെ എന്താണ്? അപ്പോൾ ഒന്നാം ചലന നിയമം എന്താണ്? ജഡത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ന്യൂട്ടൺ ഫോർമുലേറ്റ് ചെയ്ത ഒരു നിയമമായിരുന്നു ഒന്നാം ചലന നിയമം. അപ്പം അതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം കേട്ടോ. അതായത് ഇപ്പം ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പോൾ ബസ്സിലിരിക്കുന്ന ആൾക്കാർ പുറകോട്ട് പോകുന്നു. ഇതിന്റെ പിന്നിലുള്ള ന്യൂട്ടന്റെ നിയമം എന്താണ്? അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള എന്താണ് നിയമം എന്താണെന്ന് ചോദിച്ചാൽ അത് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമമാണ്. കാരണം ജഡത്വത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതുള്ളത്. അപ്പോൾ അത് കണക്കത്തെ ഒരു ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കാം. കാരണം ഒന്നാം ചലന നിയമം എന്താണ്, അല്ലെ രണ്ടാം ചലന നിയമം എന്താണ്, അങ്ങനെയുള്ളൊരു ചോദ്യത്തിലുപരി എന്താണ് ഇതൊക്കെ എവിടെയാണ്, ഏത് സിറ്റുവേഷനിലാണ് അപ്ലൈ ചെയ്യുന്നത്, അത് കണക്കത്തെ കാര്യങ്ങൾ വേണം നിങ്ങൾ കൂടുതലായിട്ടും നോക്കി വെക്കാനായിട്ട്. അപ്പോൾ ഒന്നാം ചലന നിയമത്തിന്റെ കുറേയൊക്കെ എക്സാമ്പിൾസ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം രണ്ടാം ചലന നിയമത്തിൽ അത് കണക്ക് കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കത് നോക്കാം. വസ്തുക്കളിൽ സഫല ബാഹ്യബലം 0 ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഒന്നാം ചലന നിയമം വിവക്ഷിക്കുന്നത്. അതായത് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും എന്തെന്ന് പറയുന്നത്. ഒരു ബോഡിയിൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയിരിക്കും എന്നാണ് ഫസ്റ്റ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാം ചലന നിയമം നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ. എന്നാൽ രണ്ടാം ചലന നിയമം വസ്തുവിൽ ഒരു സഫല ബാഹ്യബലം പ്രവർത്തിക്കുമ്പോഴുള്ള പൊതുവായ അവസ്ഥയെ വിശദീകരിക്കുന്നു. അപ്പം ഒരു നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സിനൊരു 0 അല്ലാതെ ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടാകുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് ലോയിൽ പറയുന്നത്. ഓക്കെ, സോ വസ്തുവിനുണ്ടാകുന്ന ത്വരണത്തെയും പ്രയോഗിക്കപ്പെടുന്ന ബാഹ്യബലത്തെയും തമ്മിൽ രണ്ടാം ചലന നിയമം ബന്ധിപ്പിക്കുന്നു. അപ്പൊ എന്താണ്? ത്വരണം ആക്സിലറേഷനും അതുപോലെ തന്നെ വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ബാഹ്യബലം ദാറ്റ് ഈസ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ്, ഇത് രണ്ടും തമ്മിലുള്ള ഒരു ബന്ധമാണ് എന്തെന്ന് പറയുന്നത് രണ്ടാം ചലന നിയമം. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്താണ് F=ma. ഇതാണ് എന്താ രണ്ടാം ചലന നിയമത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഓൾറെഡി നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുള്ളതാണ്. ഇത് എങ്ങനെ വന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. സോ അതിനു മുന്നേ നമ്മൾ എന്താണ് ആക്കം അല്ലെങ്കിൽ മൊമെന്റം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ആക്കം എന്ന് പറയുന്ന വാക്ക് മറന്നു പോകരുത്. അത് മൊമെന്റത്തിനെ സൂചിപ്പിക്കുന്നതാണ്. നമ്മുടെ ചോദ്യ പേപ്പറിൽ മൊമെന്റം എന്ന് പറഞ്ഞൊരു വാക്ക് എപ്പോഴും എടുത്ത് കാണണമെന്നില്ല. എപ്പോഴും ആക്കം ആയിരിക്കും ചോദിക്കുക. ഇതിനു മുന്നേ ഉള്ള പരീക്ഷകളിൽ ആക്കത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെന്താന്ന് നമുക്ക് നോക്കാം. സോ ഒരു വസ്തുവിന്റെ മാസും പ്രവേഗവും തമ്മിലുള്ള ഗുണനഫലത്തെ ആക്കം എന്ന് നിർവചിക്കുന്നു അല്ലെ. മാസ് ഇൻറ്റു വെലോസിറ്റി, അതാണ് ആക്കം എന്ന് പറയുന്നത്. P=mv. ആക്കത്തെ P എന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ m ആണ് മാസ്. മാസ് നിങ്ങൾക്ക് അറിയാലോ, ഒരു വസ്തുവിന്റെ മാസ് എന്ന് പറയുന്നത് അറിയാലോ. അതുപോലെ തന്നെ പ്രവേഗം എന്താണ്? വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പം മാസ് പിണ്ഡമാണ് കേട്ടോ. പിണ്ഡം എന്നാണ് മാസിനെ നമ്മൾ മലയാളീകരിച്ച് പറയുന്നത്. പിണ്ഡവും പ്രവേഗവും തമ്മിലുള്ള ഗുണനഫലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആക്കം എന്ന് വിളിക്കുന്നത്. ഓക്കെ, P എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി എന്താണ്? ആക്കം എന്നത് ഒരു സദിശ അളവാണ്. വസ്തുക്കളുടെ ചലനത്തിൽ ബലത്തിന്റെ സ്വാധീനം മനസ്സിലാക്കുന്നതിൽ ആക്കത്തിനുള്ള പ്രാധാന്യം താഴെ പറയുന്ന ചില ഉദാഹരണങ്ങളിൽ നിന്ന് വ്യക്തമാകും. അപ്പൊ ആക്കത്തിന് എന്താണ് നമ്മുടെ ഒരു പ്രാധാന്യം എന്താണെന്നുള്ളതാണ് കുറച്ച് ഉദാഹരണത്തിൽ പറയുന്നത്. അതെന്തൊക്കെയാ നോക്കാം. ഓക്കെ, നോക്കിക്കേ. ഭാരം കുറഞ്ഞ ഒരു വാഹനവും ഭാരം കൂടിയ ഒരു വാഹനവും തിരശ്ചീനമായ ഒരു റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നുവെന്ന് വിചാരിക്കുക. ഈ രണ്ട് വാഹനങ്ങൾക്കും ഒരേ സമയത്ത് ഒരേ വേഗം നൽകണമെങ്കിൽ ട്രാക്കിന്മേൽ കൂടുതൽ ബലം പ്രയോഗിക്കേണ്ടതുണ്ട്. അറിയാമല്ലോ. ഇത്
ഇതുപോലെ ഒരേ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഭാരം കൂടിയ ഒരു വസ്തുവിനെയും ഭാരം കുറഞ്ഞ വസ്തുവിനെയും ഒരേ സമയം തടഞ്ഞു നിർത്താൻ ശ്രമിക്കുമ്പോൾ ഭാരം കൂടിയ വസ്തുവിനെ തടഞ്ഞു നിർത്താൻ കൂടുതൽ ബലം ആവശ്യമായി വരുന്നു. ഇതൊക്കെ നമുക്ക് അല്ലാതെ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. അതായത് ഒരു കാറും ഒരു ട്രക്കുമാണ് ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു റോഡിൽ, തിരശ്ചീനം ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ഹൊറിസോണ്ടൽ ആണ്. അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നു അല്ലെ. രണ്ടുപേരിൽ നമുക്ക് എന്താണ് ഒന്ന് തള്ളണമെങ്കിൽ അല്ലെങ്കിൽ അവരെ ഒരു മൂവ് ചെയ്യണമെങ്കിൽ എന്താണ് നമ്മൾ കൂടുതൽ ഫോഴ്സ് എവിടെ വേണം അപ്ലൈ ചെയ്യാനായിട്ട്? നമുക്ക് ഓൾറെഡി അറിയാം ട്രക്ക് അല്ലെ. ട്രക്കിൽ മേൽ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ബലം പ്രയോഗിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ എന്താണ് ഒരേ വേഗത്തിലാണ് ഈ രണ്ട് വസ്തുക്കളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് ഭാരം കുറഞ്ഞ വസ്തുവിനെയാണ് പെട്ടെന്ന് തടഞ്ഞു നിർത്താനായിട്ട് പറ്റുന്നത് അല്ലെ. ഭാരം കൂടിയ വസ്തുവിനെ നമുക്ക് എന്താണ് പെട്ടെന്ന് തടഞ്ഞു നിർത്താനായിട്ട് പറ്റത്തില്ല അല്ലെ. അതന്നാണ് പറയുന്നത്. സോ ഒരു വലിയ കല്ലും ചെറിയ കല്ലും കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരേ സമയം താഴേക്കിട്ടെന്ന് കരുതുക. താഴെ നിൽക്കുന്ന ഒരാൾക്ക് വലിയ കല്ലിനെ അപേക്ഷിച്ച് ചെറിയ കല്ലിനെ നിഷ്പ്രയാസം പിടിക്കാൻ സാധിക്കും. അതായത് വസ്തുക്കളുടെ ചലനത്തിൽ ബലം പ്രയോഗിക്കുന്നത് മൂലമുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നതിന് അവയുടെ മാസ് ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ ഈ രണ്ട് ഉദാഹരണത്തിൽ നമുക്ക് മനസ്സിലായി വസ്തുക്കളുടെ മാസ് എന്ന് പറയുന്നത് എന്താണ്? ബലവുമായിട്ട് എന്തോ ഒരു ബന്ധമുള്ള ഒരു ഘടകമാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ നോക്കാം. നാം കണക്കിലെടുക്കേണ്ട മറ്റൊരു പ്രധാന വസ്തുത വസ്തുക്കളുടെ പ്രവേഗമാണ്. തോക്കിൽ നിന്ന് വെടിയുതിർക്കുമ്പോൾ നിശ്ചലാവസ്ഥയിൽ എത്തുന്നതിന് മുൻപ് ഒരാളുടെ ശരീരത്തിൽ തുളഞ്ഞു കയറാൻ വെടിയുണ്ടയ്ക്ക് കഴിയും. എന്നാൽ അതേ വെടിയുണ്ട ഉപയോഗിച്ച് കുറഞ്ഞ വേഗത്തിലാണ് വെടി ഉതിർക്കുന്നതെങ്കിൽ ഉണ്ടാകുന്ന മുറിവ് അത്ര ഗുരുതരമായിരിക്കില്ല. അതായത് ഒരു നിശ്ചിത മാസുള്ള വസ്തുവിന്റെ വേഗത കൂടുന്നതിനനുസരിച്ച് വസ്തുവിന്റെ ചലനം നിർത്തുന്നതിനായി ഒരു നിശ്ചിത സമയത്ത് പ്രയോഗിക്കേണ്ട വിപരീത ബലത്തിന്റെ ശക്തിയും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? ഒരു നിശ്ചിത മാസുള്ള വസ്തുവിന്റെ വേഗത കൂടുന്നതിനനുസരിച്ച് അല്ലെ, വേഗത കൂടുതലാണെങ്കിൽ എന്താണ്? ആ വസ്തു ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വസ്തുവിന്റെ ചലനം നിർത്തുന്നതിനായിട്ട് നമ്മൾ പ്രയോഗിക്കേണ്ട വിപരീത ബലം, അതായത് ഓപ്പോസിറ്റ് ഫോഴ്സ് അല്ലെ. ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് കൊടുത്താലേ നമുക്ക് അതിനെ എന്താണ് റെസ്റ്റിലോട്ട് കൊണ്ടുവരാൻ പറ്റൂ. അതാണ് അതിനെ നമുക്ക് നിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലോട്ട് ആക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ വിപരീത ബലത്തിന്റെ വാല്യൂ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതായത് വേഗത കൂടുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതലും എന്താണ് ബലം പ്രയോഗിക്കേണ്ടി വരുന്നു ആ വസ്തുവിനെ നിർത്താനായിട്ട്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ്? വസ്തുവിന്റെ മാസിന്റെയും പ്രവേഗത്തിന്റെയും ഗുണഫലനമായ ആക്കം ചലനത്തെ സ്വാധീനിക്കുന്ന വളരെ പ്രധാന ഘടകമാണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകാം വസ്തുവിന്റെ മാസ് മാത്രമല്ല പ്രവേഗവും എന്താണ് ചലനത്തെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ രണ്ടിന്റെയും കൂടെ പ്രോഡക്റ്റ്, അതായത് ഗുണനഫലം എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി. ആ ഗുണനഫലം എന്ന് പറയുന്നത് എന്താണ്? വളരെ പ്രാധാന്യമുള്ളൊരു ഘടകമാണ് എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ആക്കത്തിനുണ്ടാകുന്ന വ്യത്യാസം കൂടുന്നതിനനുസരിച്ച് പ്രയോഗിക്കേണ്ട ബലത്തിന്റെ അളവും കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ ഒരു നിശ്ചിത സമയത്ത് ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിൽ എന്താ പറയുന്നത്? ആക്കത്തിന് ഉണ്ടാകുന്ന വ്യത്യാസം, അതായത് ചേഞ്ച് ഇൻ മൊമെന്റം, അതാണ് ഈ ആക്കത്തിനുണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. മൊമെന്റത്തിന്റെ ചേഞ്ച്. ഓക്കെ, അത് കൂടുന്നതിനനുസരിച്ച് പ്രയോഗിക്കേണ്ട ബലത്തിന്റെ അളവും കൂടുതലായിരിക്കും. അപ്പം ആക്ക വ്യത്യാസം അല്ലെ, ആക്ക വ്യത്യാസവും ബലവും എന്താണ്? ഒരുപോലെ ആയിരിക്കും. അല്ലെങ്കിൽ ആക്ക വ്യത്യാസം കൂടുമ്പോൾ ബലവും കൂടും. അപ്പൊ എന്താണ്? രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. ഓക്കെ, നോക്കാം. വളരെ വേഗത്തിൽ വരുന്ന ക്രിക്കറ്റ് പന്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു പുതുമുഖ ക്രിക്കറ്റ് കളിക്കാരന്റെ കൈക്ക് പരിക്കു പറ്റുക സാധാരണമാണ്. എന്നാൽ പരിചയസമ്പന്നനായ ക്രിക്കറ്റ് കളിക്കാരനാണെങ്കിൽ വേഗത്തിൽ വരുന്ന പന്ത് അനായാസം പിടിക്കുന്നത് നാം കാണാറുണ്ട്. ഇതിന് കാരണം പരിചയസമ്പന്നനായ കളിക്കാരൻ പന്തിനെ തടഞ്ഞു നിർത്താൻ കൈകൾക്ക് കൂടുതൽ സമയം നൽകുന്നതാണ്. പന്ത് പിടിക്കുമ്പോൾ കൈകൾ പിന്നോട്ട് ചലിപ്പിച്ചാണ് ഇത് സാധിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്? പന്ത് പിടിക്കുമ്പോൾ കൈകൾ എന്തിന് പിന്നോട്ട് ചലിപ്പിക്കുന്നു? ഇങ്ങനൊരു ചോദ്യം നമ്മൾ നമ്മുടെ +1 എക്സാമിനൊക്കെ ഇത് ഇങ്ങനെ ഒരു ചോദ്യം വരാം അല്ലെ. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നടത്തുന്ന എക്സാം ആണെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം വരാം. അതായത് എന്തുകൊണ്ടാണ് പന്ത് കളിക്കാരൻ എന്താണ് പന്ത് പിടിക്കുമ്പോൾ പിന്നോട്ട് കൈകൾ ചലിപ്പിക്കുന്നത്? എന്തിനാണ്? കാരണം എന്തിനാ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു ആക്കവ്യത്യാസവും സമയവും ആക്കവ്യത്യാസവും നമ്മുടെ ബലവും എന്താണ്? ഒരുപോലെ ആയിരിക്കല്ല. ആക്കവ്യത്യാസം കൂടുമ്പോൾ ബലവും കൂടും. അതുപോലെ തന്നെ എന്താണ്? ഈ കൈ പുറത്തോട്ട് ആക്കുന്നത് വഴി എന്താണ്? ഈ പന്ത് തടഞ്ഞു നിർത്താൻ കൈകൾക്ക് കൂടുതൽ സമയം കിട്ടുന്നു അല്ലെ. പന്ത് തടഞ്ഞു നിർത്താനുള്ള സമയം എന്ത് ചെയ്യാണ്? കൂടുകയാണ്. അല്ലെങ്കിൽ ഈ മൊമെന്റം ചേഞ്ച് ചെയ്യുന്നതിന്റെ ടൈം എന്ത് ചെയ്യുന്നു? പുള്ളി എന്താണ്? കൂട്ടുന്നു. അതുവഴി എന്താണ്? ഫോഴ്സിന്റെ എഫക്റ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പൊ അതെന്താ നോക്കാം. സോ
എന്നാൽ ഒരു പുതുമുഖ താരമാണെങ്കിൽ കൈകൾ ഒരു സ്ഥാനത്ത് തന്നെ വെച്ച് കുറഞ്ഞ സമയം കൊണ്ട് പന്തിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. ഇത് പരിക്കിന് കാരണമാകുന്നു. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? ബലം ആക്കവ്യത്യാസത്തെ മാത്രമല്ല, ആക്കവ്യത്യാസം സൃഷ്ടിക്കാൻ എടുക്കുന്ന സമയത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് കാണാം. അപ്പം ആക്കവ്യത്യാസവും സമയവും രണ്ടും ബലം രണ്ടിനെയും ആശ്രയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആക്കവ്യത്യാസം മനസ്സിലായല്ലോ. ഇനിഷ്യൽ മൊമെന്റം ഫൈനൽ മൊമെന്റം ഉണ്ടായിരിക്കും. ഇതിന്റെ ഡിഫറൻസ് ആണ് അല്ലെ, ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം, അതാണ് ആക്കവ്യത്യാസം. നമുക്ക് കാണാം, അതിന്റെ സമവാക്യം പഠിക്കുന്നുണ്ട്, അപ്പൊ കാണാം. അപ്പൊ സമയത്തെയും ആശ്രയിച്ചായിരിക്കും ഇത് രണ്ടും ഇരിക്കുന്നത്. ഓക്കെ, അപ്പം നിശ്ചിത ആക്കവ്യത്യാസം ഒരു ചെറിയ ഇടവേളയിൽ ഉണ്ടാകാൻ പ്രയോഗിക്കേണ്ട ബലം കൂടുതലായിരിക്കും. അപ്പൊ ചെറിയ ഇടവേള, അതായത് ടൈം വളരെ കുറവാണെങ്കിൽ ബലം എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ ടൈം കൂടുതലാണെങ്കിൽ ബലം കുറവായിരിക്കും. ഓക്കെ, അതല്ലേ പറഞ്ഞത്? ചെറിയ ഇടവേളയിൽ ഉണ്ടാക്കാൻ പ്രയോഗിക്കേണ്ട ബലം കൂടുതലായിരിക്കും. ടൈം കുറവാണെങ്കിൽ ബലം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ടൈം കൂടുതലാണെങ്കിൽ ബലം കുറവായിരിക്കും. അപ്പം ഈ കൈ പുറകോട്ട് വലിക്കുമ്പോൾ ടൈം കൂടുകയാണ്. ടൈം കൂടുമ്പോൾ ആ ബോൾ കാരണം കയ്യിലുണ്ടായ ബലം കുറയുന്നു. ഓക്കെ, അപ്പൊ ചുരുക്കത്തിൽ ആക്കവ്യത്യാസ നിരക്ക് കൂടുന്നതിനനുസരിച്ച് ബലവും കൂടുതലായിരിക്കും. അപ്പൊ അതാണ് നമുക്ക് നോക്കാനുള്ളത്. ആക്കവ്യത്യാസ നിരക്ക് എന്തിന്റെയെങ്കിലും നിരക്ക് അല്ലെങ്കിൽ റേറ്റ് എന്ന് നമ്മൾ പറയുന്നത് ആ വാല്യൂ ഡിവൈഡഡ് ബൈ ടൈമിനെയാണ് നമ്മൾ നിരക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആക്കവ്യത്യാസ നിരക്ക് എന്ന് പറഞ്ഞാൽ ആക്കവ്യത്യാസം ഡിവൈഡഡ് ബൈ ടൈം അല്ലെ. ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ ആക്കവ്യത്യാസം എന്ന് വിളിക്കുന്നത് അല്ലെ. ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് നമ്മൾ അതിനെ പറയാറുണ്ട്. അത് നമുക്ക് കാണാം അതിന്റെ റിലേഷൻ. ഓക്കെ, അപ്പൊ അതാണ് ആക്കവ്യത്യാസ നിരക്ക് കൂടുന്നതിനനുസരിച്ച് ബലവും കൂടുതലായിരിക്കും. അപ്പൊ നിരക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വാല്യൂ ഡിവൈഡഡ് ബൈ ടൈമിനെയാണ് നമ്മൾ അതിന്റെ നിരക്ക്, റേറ്റ് എന്ന് പറയാറുള്ളത്. ഓക്കെ അല്ലേ? നോക്കാം. വസ്തുക്കളുടെ മാസിന്റെയും പ്രവേഗത്തിന്റെയും ഗുണനഫലം അഥവാ ആക്കമാണ് ചലനത്തിൽ ബലത്തിന്റെ പ്രഭാവത്തിന്റെ അടിസ്ഥാന ശില. വ്യത്യസ്ത മാസുള്ള രണ്ട് വസ്തുക്കളിൽ ഒരു നിശ്ചിത ഇടവേളയിൽ ഒരു നിശ്ചിത ബലം പ്രയോഗിക്കുന്നു എന്നിരിക്കട്ടെ. മാസ് കൂടുതലുള്ള വസ്തുവിനേക്കാൾ മാസ് കുറഞ്ഞ വസ്തുവിനായിരിക്കും പ്രവേഗം കൂടുതലായി ലഭിക്കുന്നത്. എന്നാൽ ഈ നിശ്ചിത ഇടവേളയുടെ അവസാനം രണ്ടു വസ്തുക്കൾക്കും ഉണ്ടാകുന്ന ആക്കം തുല്യമായിരിക്കും. അതായത് ഒരു നിശ്ചയ സമയം കൊണ്ട് വ്യത്യസ്ത വസ്തുക്കളിൽ ഒരേ ബലത്താൽ സൃഷ്ടിക്കപ്പെടുന്ന ആക്കവ്യത്യാസം തുല്യമായിരിക്കും. ഇതാണ് രണ്ടാം ചലന നിയമത്തിന്റെ സുപ്രധാന സൂചകം. എന്താണ് പറയുന്നത്? സെയിം ഫോഴ്സ് ഫോർ സെയിം ടൈം കോസസ് സെയിം ചേഞ്ച് ഇൻ മൊമെന്റം ഫോർ ഡിഫറെന്റ് ബോഡീസ് അല്ലെ. ഫോഴ്സും സെയിം ആണ്, സെയിം ടൈമും ആണ്, രണ്ട് ഡിഫറെന്റ് ബോഡിയിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ ചേഞ്ച് ഇൻ മൊമെന്റം സെയിം ആയിരിക്കും. ഓക്കെ, അതാണ് നിശ്ചിത സമയം കൊണ്ട് വ്യത്യസ്ത വസ്തുക്കളിൽ ഒരേ ബലത്താൽ സൃഷ്ടിക്കപ്പെടുന്ന ആക്കവ്യത്യാസം തുല്യമായിരിക്കും. ഓക്കെ, ഇനി മേൽപ്പറഞ്ഞ നിരീക്ഷണങ്ങളിലൊന്നും ആക്കത്തിന്റെ സദിശ സ്വഭാവം സ്പഷ്ടമായിരുന്നില്ല. നാം ചർച്ച ചെയ്ത ഉദാഹരണങ്ങളിലെല്ലാം ആക്കത്തിന്റെയും ആക്കവ്യത്യാസത്തിന്റെയും ദിശ ഒന്നുതന്നെയായിരുന്നു. എന്നാൽ എപ്പോഴും ഇപ്രകാരം ആവണമെന്നില്ല. ഉദാഹരണത്തിന് ചരടിൽ കെട്ടിയ ഒരു കല്ലിനെ സമവേഗത്തിൽ തിരശ്ചീന തലത്തിൽ കൂടി കറക്കുന്നുവെന്നിരിക്കട്ടെ. അതായത് ഇത് കണക്ക് ഒരാള് കല്ലില് കയറ് കെട്ടി ഇങ്ങനെ ഒരു സർക്കുലർ മോഷനിൽ കറക്കുകയാണ്. സമവേഗത്തിലാണ് അത് കറങ്ങുന്നത്. ഓക്കെ, ഇവിടെ ആക്കത്തിന്റെ അളവ് സ്ഥിരമാണ്. എന്നാൽ അതിന്റെ ദിശ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം സർക്കുലാർ മോഷനിലാകുമ്പോൾ ഒരു ബോഡി ആക്സിലറേറ്റഡ് ആകും നമ്മൾ പഠിച്ചു. എവിടെ നമ്മൾ ആറ്റംസ് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞായിരുന്നു. നമ്മുടെ റുദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റത്തിനകത്ത് നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് മറ്റേ ഓർബിറ്റ്സിലൂടെ കറങ്ങുമ്പോഴത്തേക്കും അവരുടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അവർ ഒരേ വാല്യൂ ഓഫ് വെലോസിറ്റി ആണെങ്കിലും അവരുടെ ദിശ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ത്വരണമുണ്ട് എന്നൊക്കെ നമ്മൾ അവിടെ പറഞ്ഞു. ഇതേ കാര്യം തന്നെ നമ്മൾ ഫസ്റ്റ് പാർട്ടിക്കിൾ ഡൈനാമിക്സിൽ അല്ലെ മോഷന്റെ സ്ട്രേറ്റ് ലൈനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ ഒരേ വാല്യൂ വെലോസിറ്റിയുടെ ന്യൂമറിക്കൽ വാല്യൂ ഒന്ന് തന്നെ ആയാലും പക്ഷെ ഒരു ആക്സിലറേറ്റഡ് അല്ലെങ്കിൽ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഒരു മോഷൻ ആണ്. കാരണം അവിടുത്തെ ദിശ മാറുന്നത് കൊണ്ട്. അപ്പൊ ഇവിടെ അതാ പറയുന്നത്. ഇവിടെ ആക്കത്തിന്റെ അളവ് സ്ഥിരമാണ്. എന്നാൽ അതിന്റെ ദിശ മാറിക്കൊണ്ടിരിക്കുന്നു. അളവ് സെയിം ആയിട്ട് തന്നെ വരും. അതായത് P = mv എന്ന് പറയുന്ന പിയുടെ വാല്യൂ സെയിം ആയിരിക്കും. പക്ഷെ സർക്കുലർ മോഷനിൽ ഓരോ പോയിന്റിലും അതിന്റെ ഡയറക്ഷൻ
ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അപ്പം ആക്ക സദിശത്തിന് ഇപ്രകാരം വ്യത്യാസം വരുത്തണമെങ്കിൽ ഒരു ബലം ആവശ്യമാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ചരടിലൂടെയാണ് ഈ ബലം നൽകുന്നത്. ഒരു കല്ലിനെ കൂടുതൽ വേഗത്തിലോ ചെറിയ ആരമുള്ള വൃത്തത്തിലൂടെയോ ഇത് രണ്ടും കൂടി ചേർന്ന രീതിയിലോ കറക്കണമെങ്കിൽ നമ്മുടെ കൈകൾ കൂടുതൽ ബലം പ്രയോഗിക്കേണ്ടതുണ്ട്. അനുഭവങ്ങളിൽ നിന്നും നമുക്കറിയാം. ഇത് കൂടുതൽ ത്വരണത്തിനോ അഥവാ ആക്ക വ്യത്യാസം എന്ന സദിശത്തിന്റെ കൂടുതൽ വ്യതിയാനത്തിനോ കാരണമാകുന്നു. ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് കൂടുന്നതിനനുസരിച്ച് പ്രയോഗിക്കേണ്ട ബലവും എന്ത് ചെയ്യുന്നു? കൂടുന്നു. അല്ലെ? അപ്പൊ ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് കൂടുമ്പോൾ ബലവും കൂടും. ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് കുറയുമ്പോൾ ബലവും കുറയും. ഓക്കെ, ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് കൂടുന്നതനുസരിച്ച് ബലം കൂടുതലായിരിക്കും. അതാണ് നമ്മുടെ കൈകൾ ഇതിന് രണ്ട് ആപ്ലിക്കേഷൻ ആണ്. അതായത് നമ്മുടെ ക്രിക്കറ്റ് പ്ലെയർ ബോൾ ക്യാച്ച് ചെയ്യുമ്പോൾ കൈകൾ പുറകോട്ട് വലിക്കുന്നത് ഇതിന് ഉദാഹരണമാണ്. അതേപോലെ തന്നെ ഈ കല്ലിട്ട് കറക്കുന്നത്. ഓക്കെ, അതോടെ പറയുന്നുണ്ടോ, ആക്കത്തിന്റെ അളവ് സ്ഥിരമായിരുന്നാൽ പോലും ആക്കത്തിന്റെ ദിശ മാറ്റുന്നതിന് ഒരു ബലം ആവശ്യമാണ്. കല്ലിനെ ചരടിൽ കെട്ടി തിരശ്ചീനമായി വർത്തുള പാത കണ്ടോ. വർത്തുള പാത എന്ന് പറഞ്ഞാൽ സർക്കുലാർ പാത്താണ് കേട്ടോ, അതൊന്ന് ഓർത്തിരുന്നോണം. വർത്തുള ചലനം എന്ന് പറഞ്ഞാൽ സർക്കുലാർ മോഷൻ ആണ്. വർത്തുള പാത സർക്കുലാർ പാത്ത്. സമപ്രവേഗത്തിൽ കറക്കുമ്പോൾ നമുക്കിത് അനുഭവപ്പെടാറുണ്ട്. അപ്പൊ കല്ലിന്റെ സ്പീഡ് നമുക്ക് കൂട്ടണമെങ്കിൽ, അല്ലെ കല്ല് കറക്കുന്നതിന്റെ ആ ഒരു കൂടുതൽ വേഗത്തിൽ കല്ല് കറക്കണമെങ്കിൽ നമുക്ക് കറക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ കൂടുതലായിട്ടുള്ള ഒരു കൈകൾ കൂടുതലായിട്ടുള്ള ഒരു ബലം നമ്മൾ പ്രയോഗിക്കേണ്ടതുണ്ട്. അത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, സോ ഈ നിഗമനങ്ങൾ നമ്മെ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിലേക്ക് എത്തിക്കുന്നു. ഈ ചലന നിയമത്തെ താഴെ പറയുന്ന രീതിയിൽ പ്രസ്താവിക്കാം. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് പ്രയോഗിക്കുന്ന ബലത്തിന് നേർ അനുപാതത്തിലും അതിന്റെ ദിശ പ്രയോഗിക്കപ്പെടുന്ന ബലത്തിന്റെ ദിശയിലുമായിരിക്കും. അല്ലെ? അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മളിപ്പോ ഓരോരോ എക്സാമ്പിളിലൂടെ ഡിസ്കസ് ചെയ്തത്. എന്താ പറഞ്ഞത്? ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക്, അതായത് ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ നിരക്ക് അല്ലെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അതാണ് നമ്മൾ പ്രൊപ്പോർഷണലാന്ന് പറഞ്ഞത്. ആ വാല്യൂ കൂടുമ്പോൾ, ആക്ക വ്യത്യാസം നിരക്ക് കൂടുമ്പോൾ ബലവും കൂടുന്നു. അതാണ് നമ്മൾ നേർ അനുപാതം എന്ന് പറയുന്നത്. അതുപോലെ അതിന്റെ ദിശ എങ്ങനെയായിരിക്കും? പ്രയോഗിക്കപ്പെടുന്ന ബലത്തിന്റെ ദിശയിലുമായിരിക്കും. നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ആ ഡയറക്ഷനിലായിരിക്കും എന്തെന്ന് പറയുന്നത്? ഈ ഒരു ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എഫ് ബലം പ്രയോഗിക്കുന്നത് മൂലം എം മാസുള്ള ഒരു വസ്തുവിന്റെ പ്രവേഗം ഡെൽറ്റ ടി ഇടവേള കൊണ്ട് വിയിൽ നിന്നും വി പ്ലസ് ഡെൽറ്റ വി ആണ്. അതായത് ആദ്യത്തെ വെലോസിറ്റി വി ആണ്, അതിൽ നിന്നും വി പ്ലസ് ഡെൽറ്റ വി ആകുന്നുവെന്ന് ഇരിക്കട്ടെ. വസ്തുവിന്റെ ആക്കം പി ഇസ് ഈക്വൽ ടു എം വിക്കും ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡെൽറ്റ വി വ്യത്യാസം ഉണ്ടാകുന്നു. അതായത് നമ്മൾ എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഒരു ബോഡിയിലോട്ട് നമ്മൾ എക്സേർട്ട് ചെയ്യുന്നു. ആ ബോഡിയുടെ മാസ് എം ആണ്. മാസ് എന്തായാലും കോൺസ്റ്റന്റ് അല്ലേ, അതെന്തായാലും ചേഞ്ച് ചെയ്യത്തില്ല. അപ്പൊ മാസ് എം. ഇനി നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ടൈം ഇന്റർവെൽ ആണ് ഡെൽറ്റ ടി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ആദ്യം ഉണ്ടാകുന്ന വെലോസിറ്റി വി ആയിരുന്നു. ആ വെലോസിറ്റി പതുക്കെ വി പ്ലസ് ഡെൽറ്റ വി എന്ന് പറയുന്ന ഒരു വെലോസിറ്റി, അതായത് ഒരു ഡെൽറ്റ വി എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ വെലോസിറ്റിയും കൂടെ അതിനകത്ത് ആഡായി. അല്ലെങ്കിൽ ആ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് ഡെൽറ്റ വി ആണ്. അതാണ് ഡെൽറ്റ, ഈ സിമ്പിളിനെ നമ്മൾ ഡെൽറ്റ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം വസ്തുവിന്റെ ആദ്യ ആക്കം, അതായത് ഇനിഷ്യൽ മൊമെന്റം ആണ് പി ഇസ് ഈക്വൽ ടു എം വി. ഇതാണ് ഇനിഷ്യൽ മൊമെന്റം. അതുപോലെ തന്നെ ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡെൽറ്റ വി. അതെന്താണ്? നമുക്ക് ചേഞ്ച് ഇൻ മൊമെന്റം ആണ് ഡെൽറ്റ പി, അല്ലെ? ചേഞ്ച് ഇൻ മൊമെന്റം ദാറ്റ് ഇസ് എം ഇൻറ്റു ഡെൽറ്റ വി ആണ് ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ സെക്കൻഡ് ലോ എന്താ പറയുന്നത്? നമ്മുടെ ബലം എന്ന് പറയുന്നത് എന്തുമായിട്ട് നേർ അനുപാതത്തിലായിരിക്കും? ആക്ക വ്യത്യാസത്തിന്റെ നിരക്കുമായിട്ട് നേർ അനുപാതത്തിലായിരിക്കും. അതാണ് എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി, അല്ലെ? ആക്ക വ്യത്യാസം ഡെൽറ്റ പി, അതായത് അതിന്റെ നിരക്കെന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ ടൈം, അതാണ് ഡെൽറ്റ ടി കൊടുത്തിരിക്കുന്നത്. അപ്പൊ എഫ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ഓർ എഫ് ഇസ് ഈക്വൽ ടു
k ഇൻറ്റു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഈ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഒരു അതായത് പ്രൊപ്പോർഷണൽ സൈൻ മാറ്റി ഈക്വൽ സൈൻ ആകാനായിട്ട് നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത കോൺസ്റ്റന്റ് ആണ് ഇവിടെ k എന്ന് പറയുന്നത്. അതാണ് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി അല്ലെങ്കിൽ അനുപാത സ്ഥിരാങ്കമാണ്. ഇതിന്റെ വാല്യൂ ഏകദേശം 1 ആണെന്ന് നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. ഇനി ഇടവേളയുടെ പരിധി ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് കണക്കാക്കിയാൽ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്നതിനെ അനുമാനികം അഥവാ ടിയിലുള്ള പിയുടെ അവകലന ഗുണാങ്കം ഡി പി ബൈ ഡി ടി എന്ന് പറയാം. അതുകൊണ്ട് എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി പി ബൈ ഡി ടി. ഇത് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഫസ്റ്റ് ആദ്യത്തെ എനിക്കൊന്ന് രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ സമയത്ത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു എന്താണ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. അവിടെ ഡെൽറ്റ ടിയുടെ വാല്യൂ 0 ആകുമ്പോൾ നമ്മൾ അത് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി എന്നൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ അതിന്റെ പ്രോബ്ലവും NCERT തന്നെയുള്ള എക്സാമ്പിൾ പ്രോബ്ലംസും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. സോ അതുപോലെ തന്നെ ഉള്ളൂ ഇവിടെ എന്താണ് ഈ എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്നാണ്. അതിൽ ഡെൽറ്റ ടിയുടെ ഇത് ലിമിറ്റ് പരിധി എന്ന് പറയുന്ന ലിമിറ്റ് ആണ്. ലിമിറ്റ് എന്താണ് ടെൻസ് ടു 0 ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വെലോസിറ്റിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഡെൽറ്റ ടി ടെൻസ് ടു 0 ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്, ആ ഒരു ടേം അതായത് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്തായി മാറും, ഡി പി ബൈ ഡി ടി. അതാണ് അവകലന ഗുണാങ്കം അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് എന്ന് നമ്മൾ അവിടെ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായി ഡി പി ബൈ ഡി ടി ആയി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി പി ബൈ ഡി ടി. അതായത് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ ടൈം ഇന്റർവൽ വളരെ ചെറുതാവുമ്പോൾ, ഓക്കെ, ടൈം ഇന്റർവൽ വളരെ ചെറുതാവുന്നു എന്നാണ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് ഉദ്ദേശിക്കുന്നത്. ടൈം ഇന്റർവൽ വളരെ ചെറുതാവുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറയാം, എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി പി ബൈ ഡി ടി ആണെന്ന് പറയാം. സോ അങ്ങനെ സ്ഥിരമായ എം മാസ് ഉള്ള ഒരു വസ്തുവിന് ഡി പി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് പിക്ക് പകരം നമുക്ക് എന്താണ് എം വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. ഡി ബൈ ഡി ടി ഓഫ് എം വി ഇസ് ഈക്വൽ ടു എം. നമ്മൾ ഇത് എന്താണ് ഡിഫറൻഷിയേഷൻ ആണല്ലേ. ഇത് ഡിഫറൻഷിയേഷനിൽ സ്ഥിര മാസം എന്ന് പറയുമ്പോൾ എം എന്ന് പറഞ്ഞാൽ എന്താണ് കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ എം ഇൻറ്റു വിയിൽ എം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എമ്മിനെ നമുക്ക് പുറത്തെടുത്ത് എഴുതാം. ഓക്കെ, ഡിഫറൻഷ്യലിന്റെ വെളിയിൽ എടുത്ത് എഴുതാം. അങ്ങനെ ഡിഫറൻഷ്യലിന്റെ വെളിയിലെടുത്ത് എമ്മിനെ എഴുതി എന്നിട്ട് എം ഇൻറ്റു ഡി വി ബൈ ഡി ടി കിട്ടി. ഈ വി എന്നാണ് വെലോസിറ്റി ബൈ ടൈം അല്ലെ, അതല്ലേ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്നത് എന്താണ്, ആക്സലറേഷൻ ആണ്, അറിയാമല്ലോ. അപ്പൊ അതാണ് നമ്മൾ എ എന്ന് എഴുതിയത്. സോ നമുക്ക് എന്ത് കിട്ടി, ഡി പി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എം എ, അല്ലെങ്കിൽ രണ്ടാം ചലന നിയമത്തെ താഴെ പറയുന്ന പ്രകാരവും എഴുതാവുന്നതാണ്. എന്താണ്, എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം എ എന്ന് അല്ലെ. ഡി പി ബൈ ഡി ടി എം എ ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം എ എന്ന് പറഞ്ഞ് എഴുതാം. അപ്പൊ ബലം വസ്തുവിന്റെ മാസ് എമ്മിനും ത്വരണം എയ്ക്കും അനുപാതികമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. അപ്പൊ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു ആക്ക വ്യത്യാസത്തിന്റെ നിരക്കിന് നേർ അനുപാതത്തിലായിരിക്കും ബലം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ എന്താണ് വസ്തുവിന്റെ മാസിനും ത്വരണത്തിനും എന്താണ് അനുപാതികമാണ് ബലം എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, ബലത്തിന്റെ യൂണിറ്റ് എന്താണെന്ന് നാം ഇതുവരെയും നിർവചിച്ചിരുന്നില്ല. സമവാക്യം 5.4 നിന്നും ബലത്തിന്റെ യൂണിറ്റ് നിർവചിക്കാനാകും. ഇതിനായി കെ എന്നതിന് നമ്മുടെ ഇഷ്ടാനുസരണം ഏതെങ്കിലും സ്ഥിര മൂല്യം നൽകാം. അതായത് കെ ഈസ് ഈക്വൽ ടു 1 എന്ന് സങ്കല്പിക്കുക. അപ്പോൾ രണ്ടാം ചലന നിയമം എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എം എ. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിലും ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ എന്താണ്, SI യൂണിറ്റിൽ 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിന് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം സൃഷ്ടിക്കുന്ന അത്രയും ബലത്തെ ഒരു യൂണിറ്റ് ബലം എന്ന് പറയുന്നു. അപ്പം അതായത് ഫോഴ്സ് 1 ന്യൂട്ടൺ എന്ന് നമ്മൾ പറയുന്നത്, ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. അപ്പൊ 1 ന്യൂട്ടൺ എന്ന് നമ്മൾ ഫോഴ്സിനെ പറയുന്നത് എപ്പോഴാണ്, 1 കിലോഗ്രാം മാസും 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണവുമാണ് ഉള്ളതെങ്കിൽ അവിടെ സൃഷ്ടിക്കുന്ന അത്രയും ബലത്തെ നമ്മൾ എന്താണ് ഒരു യൂണിറ്റ് ബലം എന്ന് പറയുന്നു, അല്ലെങ്കിൽ 1 ന്യൂട്ടൺ ഫോഴ്സ്. 1 ന്യൂട്ടൺ ഫോഴ്സ് 1 ന്യൂട്ടൺ ആണെങ്കിൽ മാസ് 1 കിലോഗ്രാം, ആ 1 കിലോഗ്രാം മാസ് ഉള്ള ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ആക്സലറേഷൻ എന്ന് പറയുന്നത് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ഓക്കെ, അതാണ് 1 ന്യൂട്ടൺ. അപ്പൊ 1 ന്യൂട്ടൺ 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമ്മൾ പറഞ്ഞു. സോ രണ്ടാം ചലന നിയമത്തിലെ ചില പ്രധാന വസ്തുക്കളെ നമുക്ക് പരിശോധിക്കാം. ഇപ്പൊ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ തന്നെ ഒന്ന് വേറൊരു രീതിയിൽ പറയുകയാണ് ഇവിടെ. അതായത് രണ്ടാം ചലന നിയമം അനുസരിച്ച് എഫ് ഇസ് ഈക്വൽ ടു 0 സൂചിപ്പിക്കുന്നത് എ ഈക്വൽ ടു 0 ആയിരിക്കുമെന്നതാണ്. അതായത് രണ്ടാം ചലന നിയമം ഒന്നാം ചലന നിയമവുമായി എന്താണ്, പൊരുത്തമുള്ളതാണ് അല്ലെ. എന്താണ്, എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. അതിൽ എഫ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്, എ ഈക്വൽ ടു 0. കാരണം മാസ് 0 ആകാൻ പറ്റത്തില്ല. ഒരു വസ്തുവിന് എന്താണ്, ഒരു പിണ്ഡം ഉണ്ടാവുമല്ലോ. അപ്പൊ മാസ് 0 ആകാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് എ ഇസ് ഈക്വൽ ടു എന്താണ്, 0 ആയിരിക്കും എന്ന് നമുക്ക് പറയാം.
ഓക്കെ, അപ്പൊ അതെന്താണ് ഒന്നാം ചലന നിയമത്തിൽ പറയുന്ന കാര്യം തന്നെയല്ലേ. നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ടാം ചലന നിയമം ഒരു സദിശ നിയമമാണ്. ഇത് 3 സമവാക്യങ്ങളായി എഴുതാൻ കഴിയും. അവ ഈ സദിശത്തിന്റെ 3 ഘടകങ്ങളിൽ ഓരോന്നിനെയും സൂചിപ്പിക്കുന്നു. അതായത് നോക്കിക്കേ, ഇതൊരു വെക്ടർ ലോ, ഈ സദിശ നിയമം എന്ന് പറയുന്ന വെക്ടർ ലോ ആണ്. അപ്പം ഇതെന്താണ്, സെക്കൻഡ് മോഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു വെക്ടർ ലോ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്ന ഒരു വെക്ടർ ലോ ആണെന്നാണ് പറയുന്നത്. സോ ഇവിടെ എന്താണ്, കാരണം നമുക്ക് ഈ ഫോഴ്സിന് എന്താണ്, നമുക്ക് വെക്ടർ കമ്പോണന്റ് ഓഫ് വെക്ടേഴ്സ് ആയിട്ട് എഴുതാമല്ലോ. അതായത് Fx, Fy, Fz അങ്ങനെ 3 ഡയറക്ഷനിലുള്ള കമ്പോണൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. ഈ സദിശത്തിന്റെ 3 ഘടകങ്ങളിൽ ഓരോന്നിനെയും സൂചിപ്പിക്കുന്നത്. Fx എന്ന് പറയുമ്പോൾ എന്താണ്, ഫോഴ്സ് അലോങ് എക്സ് ഡയറക്ഷൻ, അതാണ് dpx/dt, max, fy, fz അങ്ങനെ പറയുന്നു. അപ്പൊ ഇതെന്താ സൂചിപ്പിക്കുന്നത് നോക്കാം. ഇതിനർത്ഥം ബലം പ്രവേഗത്തിന് സമാന്തര ദിശയിലല്ലെങ്കിൽ, അതായത് അവ തമ്മിലുള്ള ഒരു കോണളവുണ്ടെങ്കിൽ ബലത്തിന്റെ ദിശയിലുള്ള പ്രവേഗത്തിന്റെ ഘടകത്തിന് മാത്രമേ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ എന്നാണ്. ബലത്തിന്റെ ദിശയ്ക്ക് ലംബമായുള്ള പ്രവേഗത്തിന് ഒരു മാറ്റവും സംഭവിക്കുകയില്ല. ഉദാഹരണത്തിന്, ലംബമായുള്ള ഗുരുത്വാകർഷണ ബലത്തിന്റെ സ്വാധീനത്തിൽ വിക്ഷേപിക്കപ്പെടുന്ന ഒരു വസ്തുവിന്റെ, അതായത് പ്രൊജക്ടൈലിന്റെ തിരശ്ചീനമായുള്ള പ്രവേഗം മാറ്റമില്ലാതെ തുടരും. ബലവും അതുപോലെ തന്നെ പ്രവേഗവും ഒരേ ദിശയിലല്ല, സമാന്തര ദിശ എന്ന് പറഞ്ഞാൽ പാരലൽ അല്ലാതെ അവർക്കിടയിൽ ഒരു കോണളവ് ഉണ്ടാകുക, അല്ലെ, അവർക്കിടയിൽ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഉണ്ടാകുക, അതാണ് കോണളവ് ഉണ്ടെങ്കിൽ ബലത്തിന്റെ ദിശയിലുള്ള പ്രവേഗത്തിന്റെ പ്രവേഗത്തിന് നമുക്ക് 2 ഘടകം പറയാമല്ലോ, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. വെക്ടർ സ്പ്ലിറ്റിംഗിന് അവിടെ നമ്മൾ പറയുന്നുണ്ട് ഇക്കാര്യം. അപ്പം എന്താണ്, ബലത്തിന്റെ ദിശയിലുള്ള പ്രവേഗത്തിന്റെ ഘടകത്തിന് മാത്രമേ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ എന്നാണ്. പക്ഷെ ബലത്തിന്റെ ദിശയ്ക്ക് ലംബമായിട്ടുള്ള, ലംബം എന്ന് പറഞ്ഞാൽ എന്താണ്, നോർമലി അല്ലെ, നോർമലി ഉള്ള പ്രവേഗത്തിന് എന്താണ്, ഒരു മാറ്റവും സംഭവിക്കുകയില്ല. അതിന് ഉദാഹരണമാണ് പറയുന്നത് പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷനിൽ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഉണ്ട്, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഉണ്ട്. അതിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെ വാല്യൂ എപ്പോഴും എന്താണ്, മാറ്റമില്ലാതെ തുടരും, അല്ലെങ്കിൽ റിമെയിൻസ് അൺചേഞ്ച്ഡ് എന്നാണ് നമ്മൾ അവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ F = ma ആണെന്നുള്ള കാര്യം അറിയുക, dp/dt ആണെന്നുള്ള കാര്യം അറിയുക. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് ഫോഴ്സ് എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പിന്നെ അതിന്റെ കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ അടുത്ത ഒരു 3ാമത്തെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. സമവാക്യം 5.5 അനുസരിച്ചുള്ള രണ്ടാം ചലന നിയമം ഒരു ഏകബിന്ദു വസ്തുവിനെ മാത്രം ബാധകമുള്ളതാണ്. നിയമത്തിലെ F എന്നത് ഈ ഒറ്റ വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന സഫല ബാഹ്യബലവും A എന്നത് ഈ വസ്തുവിന്റെ ത്വരണവുമാണ്. എന്നാൽ ഇതേ നിയമം ഒരു ദൃഢവസ്തുവിന് കണികകളുടെ ഒരു വ്യൂഹത്തിനും ഒരേപോലെ ബാധകമാണ്. ഇവിടെ F എന്നത് ആ വ്യൂഹത്തിൽ പ്രവർത്തിക്കുന്ന സഫല ബാഹ്യബലവും A ആ വ്യൂഹത്തിന്റെ ത്വരണവുമാകുന്നു. കൃത്യമായി പറഞ്ഞാൽ A എന്നത് ആ വ്യൂഹത്തിന്റെ ദ്രവ്യമാന കേന്ദ്രത്തിന്റെ ത്വരണമാണ്. ഇതിനെക്കുറിച്ച് അധ്യായം 7 വിശദമായി പഠിക്കും. ഒരു വ്യൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആന്തരിക ബലങ്ങളെ ഒന്നും F എന്ന ബലത്തിൽ ഉൾപ്പെടുത്തുകയില്ല. അതായത് നമ്മൾ 5.5 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നമ്മൾ പറയുന്നത് രണ്ടാം ചലന നിയമം ഒരു സിംഗിൾ പോയിന്റ് പാർട്ടിക്കിൾ, അല്ലെ, ഒറ്റ പോയിന്റ് പാർട്ടിക്കിളിന് ഉള്ള ഒരു ഇക്വേഷൻ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ എന്നാലും നമുക്ക് ഈ ഫോഴ്സ് എന്ന് പറയുന്ന ഈ ഇക്വേഷനെ നമുക്ക് എന്താണ്, ഒരു ദൃഢവസ്തുവിനും, അതായത് ഒരു റിജിഡ് ബോഡിക്കും നമുക്ക് എന്താ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് റിജിഡ് ബോഡി അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, അതാണ് ദൃഢവസ്തുവിനും കണികകളുടെ ഒരു വ്യൂഹത്തിനും, ലൈക്ക് പാർട്ടിക്കിൾസിന്റെ ഒരു കൂട്ടത്തിനും നമുക്ക് എന്താണ്, ഈ ഒരു റൂൾ അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്താണ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ അതില് ഇവിടെ F എന്നത് ആ വ്യൂഹത്തിൽ പ്രവർത്തിക്കുന്ന സഫല ബാഹ്യബലവും A ആ വ്യൂഹത്തിന്റെ ത്വരണവുമാകുന്നു. കൃത്യമായി പറഞ്ഞാൽ A എന്നത് എന്താണ്, സെന്റർ ഓഫ് മാസ്, അതായത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് മാസിന്റെ ആക്സലറേഷൻ ആണ് A എന്നും F എന്ന് പറയുന്നത് അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും ആണെന്ന്. ഒന്നുമില്ല, നമുക്ക് ഈ ഒരു ലോ എന്താണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിലും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സെന്റർ ഓഫ് മാസ് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സെന്റർ ഓഫ് മാസ് എന്താണ്, ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഒരു പോയിന്റ് ഇൻ ദാറ്റ് സിസ്റ്റം അറ്റ് വിച്ച് എൻറ്റയർ മാസ് ഓഫ് ദാറ്റ് സിസ്റ്റം ഇസ് കോൺസെൻട്രേറ്റഡ്, അല്ലെ, ആ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് പറയാറുള്ളത്. ഓക്കെ, അത് റൊട്ടേഷണൽ ഡൈനാമിക്സിൽ നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ അവിടെ വിശദമായിട്ട് പറയാം. ഓക്കെ, ദെൻ അടുത്ത കാര്യം എന്താ പറയുന്നത്, ഒരു പ്രത്യേക സ്ഥലത്ത് പ്രയോഗിക്കപ്പെടുന്ന F എന്ന ബലത്തെയും ആ ബലം പ്രയോഗിക്കപ്പെടുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന A എന്ന ത്വരണത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് രണ്ടാം ചലന നിയമം. അതുകൊണ്ടാണ് ആ സ്ഥാനത്ത് നിശ്ചിത സമയത്തുണ്ടാകുന്ന ത്വരണം എന്തെന്ന് നിർണ്ണയിക്കുന്നത് ആ സമയത്ത് അവിടെ പ്രവർത്തിക്കുന്ന ബലമാണ്, അല്ലാതെ അതിനു മുമ്പ് വസ്തുവിനുള്ള ചലനത്തിന്റെ അവസ്ഥയല്ല. അതായത് ഒരു സ്ഥാനത്ത് ഒരു നിശ്ചിത സമയത്തുണ്ടാകുന്ന ത്വരണം, ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു
പോയിന്റിൽ എന്താണ് ഒരു വസ്തുവിൽ അല്ലെ ഒരു വസ്തുവിന്റെ ഒരു പോയിന്റിൽ ഒരു പർട്ടിക്കുലർ ആക്സിലറേഷൻ ഉണ്ടാവുന്നത്. ആ ആക്സിലറേഷൻ ആരാണ് നിയന്ത്രിക്കുന്നത്? ആ സമയത്ത് അവിടെ പ്രവർത്തിക്കുന്ന ബലമാണ്. അതാണ് F = ma നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ നിർണ്ണയിക്കുന്നത് അവിടെ പ്രവർത്തിച്ച ആ സമയത്ത് അവിടെ പ്രവർത്തിച്ച ഫോഴ്സ് ആണ്. അല്ലാതെ അതിന് മുമ്പുള്ള വസ്തുവിന്റെ ചലനത്തിന്റെ അവസ്ഥയല്ല. ആ സമയത്ത് എന്ത് ഫോഴ്സ് ആണോ അപ്ലൈ ചെയ്തത് അതിനനുസരിച്ചിട്ടാണ് ആ ഒരു ബോഡി എന്താണ് ഒരു ആക്സലറേഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത്. അതുപോലെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഉദാഹരണം 5.2. 0.04 കിലോഗ്രാം മാസ് ഉള്ള 90 മീറ്റർ/സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വെടിയുണ്ട ഭാരമേറിയ ഒരു തടിക്കഷ്ണത്തിൽ തുളഞ്ഞു കയറുകയും 60 സെന്റിമീറ്റർ ദൂരം സഞ്ചരിച്ച ശേഷം നിശ്ചലമാവുകയും ചെയ്തു. ഈ വെടിയുണ്ടയിൽ തടിക്കഷ്ണം പ്രയോഗിക്കുന്ന ശരാശരി പ്രതിരോധ ബലം എത്ര? അല്ലെ, പ്രതിരോധ ബലം കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. റെസിസ്റ്റീവ് ഫോഴ്സ് അല്ലെ, റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്നാണ് ഇത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അതായത് മാസ്, വെടിയുണ്ടയുടെ മാസ് തന്നിട്ടുണ്ട്, അതിന്റെ വെലോസിറ്റി പ്രവേഗം തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അത് തടിക്കഷ്ണത്തിൽ തുളഞ്ഞു കയറി 60 സെന്റിമീറ്റർ വരെയാണ് അത് തടിക്കഷ്ണത്തിലൂടെ സഞ്ചരിച്ചത്, എന്നിട്ട് പിന്നെ അത് റെസ്റ്റിലോട്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വെടിയുണ്ടയിൽ തടിക്കഷ്ണം പ്രയോഗിച്ച ശരാശരി പ്രതിരോധം റെസിസ്റ്റീവ് ഫോഴ്സ് എത്രയാണെന്നാണ് അല്ലെ, പ്രതിരോധ ബലമാണ് ചോദിച്ചത്. അപ്പോൾ ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താണ് നമുക്കറിയാം, ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? F = ma ആണെന്നറിയാം. പക്ഷെ ഇവിടുന്ന് മാസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 0.04 കിലോഗ്രാം ആണ്. പക്ഷെ ആക്സലറേഷൻ നമുക്ക് അറിയത്തില്ല അല്ലെ. ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? നമുക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് റിലേഷൻസ് ഒക്കെ പഠിച്ചില്ലായിരുന്നോ? V = u + at, S = ut + ½ at². അപ്പൊ അതിൽ ഈ റിലേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതായത് v² - u² = 2as. ഈ റിലേഷൻ യൂസ് ചെയ്യാമല്ലോ, കാരണം നമുക്ക് ആക്സലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ റിലേഷൻ യൂസ് ചെയ്യാം. കാരണം ഇവിടെ ടൈം ഒന്നും തന്നിട്ടില്ല. ടൈം തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് v = u + at എന്ന് പറയുന്നത് ഒന്ന് എടുക്കായിരുന്നു. പക്ഷെ ഇവിടെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും S എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ്. ഇവിടെ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. v² എന്ന് പറയുന്നത്, v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി ആണ്, u എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി ആണ്. അതായത് മോഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള വെലോസിറ്റി ആണ് u, മോഷൻ തീർന്നു കഴിയുമ്പോൾ ഉള്ള, അതായത് ഫൈനലി ഉള്ള വെലോസിറ്റി ആണ് v. A എന്ന് പറയുന്ന ആക്സിലറേഷൻ, S എന്ന് പറയുന്നത് സഞ്ചരിച്ച ദൂരം ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ 60 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, എസിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 60 സെന്റിമീറ്റർ. A ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വിയും യുവും നമുക്കറിയാവോ എന്താണ്? വെലോസിറ്റി തന്നിട്ടുണ്ട്, 90 മീറ്റർ/സെക്കൻഡ് ആണ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി 90 മീറ്റർ/സെക്കൻഡ്. അത് ആദ്യം ട്രാവൽ ചെയ്യുന്നത്, അതായത് വെടിയുണ്ട ആദ്യം ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി എത്രയാണ്? 90 മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പം ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 0 ആകും. കാരണം എന്താണ്? അത് നിശ്ചലമാവുകയാണ്. ഫൈനൽ പോയിന്റിൽ അതിന് എത്രയാണ് വെലോസിറ്റി? 0 ആണ്. കാരണം അത് ഇത്രയും ദൂരം സഞ്ചരിച്ച് നിശ്ചലാവസ്ഥയിലോട്ട് എത്തുകയാണ്. ഒരു വസ്തു നിശ്ചലാവസ്ഥയിലോട്ട് എത്തുവാണെങ്കിൽ അതിന്റെ വെലോസിറ്റി എന്താണ്? 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ v നമുക്ക് എന്താണ്? 0 ആയിട്ട് എടുക്കാം. അപ്പൊ -u² = 2as എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ a = -u²/2s. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. a = -u²/2s. ഓട്ടെ, ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് നമുക്കത് കിട്ടിയത്. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ നിന്ന്. അപ്പൊ എന്താണ്? നമുക്ക് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യുവിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 90 മീറ്റർ/സെക്കൻഡ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന്റെ സ്ക്വയർ ആണ്. അപ്പൊ 90 × 90 / 2 × s. s എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്. 60 സെന്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ്? SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് ചെയ്യുക. ഓക്കെ, കാരണം ഇവിടെ 90 മീറ്റർ/സെക്കൻഡ് തന്നിട്ടുള്ളത്. അപ്പൊ 60 സെന്റിമീറ്ററിൽ എഴുതിയാൽ ശരിയാവത്തില്ല. അപ്പൊ അതിന് എന്ത് ചെയ്യണം? നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിനാണ് 0.6 മീറ്റർ എന്ന് നമ്മൾ കൺവേർട്ട് ചെയ്തു അല്ലെ. സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അറിയാലോ, /100 ചെയ്താൽ മതി. അപ്പൊ 0.6 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? -6750 മീറ്റർ/സെക്കൻഡ്². ഓക്കെ, സെക്കൻഡ് ആണ്, പെർ/സെക്കൻഡ്² ആണ് നമുക്ക് കിട്ടുന്നത് ആക്സലറേഷൻ. പിന്നെ എന്താണ്? ആക്സലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. F = ma. സോ അതിനകത്ത് മാസിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മാസ് ആക്സലറേഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടി? 270 ന്യൂട്ടൺ. അതായത് മാസ് 0.04 കിലോഗ്രാം, ആക്സലറേഷൻ നമ്മളിത് ഇവിടെ കണ്ടുപിടിച്ച 6750 വാല്യൂ, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 270 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഓക്കെ, സോ വിവിധ സമയങ്ങളിൽ വെടിയുണ്ടയിൽ ഉണ്ടാകുന്ന യഥാർത്ഥത്തിലുള്ള പ്രതിരോധവും മന്ദീകരണവും തുല്യമല്ലാത്തതിനാൽ ഇത് ശരാശരി പ്രതിരോധ ബലത്തെ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് ഈ ഒരു വാല്യൂ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഈ ഉദാഹരണത്തിൽ എന്താ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? m മാസുള്ള ഒരു വസ്തുവിന്റെ ചലനം v അല്ല, ഇത് y ആണ്.
y is equal to ut plus half gt square. അത് നമ്മൾ എസ് എന്ന് എഴുതത്തില്ലേ, എസിന് പകരം y എന്ന് പറഞ്ഞൊരു ലെറ്റർ കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, സോ y is equal to ut plus half gt square എന്ന സമവാക്യം ഉപയോഗിച്ച് സൂചിപ്പിച്ചിരിക്കുന്നു. വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം കണക്കാക്കുക, അല്ലെ, ബലം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ചലനത്തിന്റെ ഒരു തന്നിട്ടുണ്ട്, അതായത് ദൂരം, ചലിച്ച ഒരു ദൂരം എത്രയാണ്, ഒരു സമവാക്യ രൂപത്തിലാണ് തന്നിട്ടുള്ളത്. y is equal to ut plus half gt square എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം എന്താണ്, നമുക്ക് f is equal to ma ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ എം തന്നിട്ടുണ്ട്, എമ്മിന്റെ വാല്യൂ എം ആണെന്ന് തന്നെ തന്നിട്ടുണ്ട്. ആക്സലറേഷൻ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് മാത്രമാണ് തന്നിട്ടുള്ളത്. ആ ഡിസ്പ്ലേസ്മെന്റിൽ നിന്ന് നമ്മൾ ആക്സലറേഷൻ കണ്ടുപിടിക്കണം. അപ്പം എങ്ങനെ ആക്സലറേഷൻ കണ്ടുപിടിക്കും? നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. v is equal to dx/dt എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ഇക്വേഷൻ പറഞ്ഞില്ലേ നേരത്തെ. അതായത് വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സമവാക്യത്തിനെ എന്താണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ, അതായത് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ പഠിച്ചപ്പം അവിടെ ഒരു പ്രോബ്ലം ഇതുപോലെ ചെയ്തിരുന്നു, അല്ലെ. a പ്ലസ് ബി ടി സ്ക്വയർ എന്നായിരുന്നു അവിടുത്തെ സമവാക്യം. അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് വെലോസിറ്റി കിട്ടി. അപ്പൊ എന്താണ്, ഈ വെലോസിറ്റിയെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതായത് അപ്പൊ നമുക്ക് ആക്സലറേഷൻ കിട്ടും. അപ്പൊ dv/dt ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. അപ്പൊ എന്താണ്, നമുക്കിപ്പം ഇവിടെ ഒരു ചലനത്തിന്റെ സമവാക്യമാണ് തന്നിട്ടുള്ളത്. അപ്പൊ y എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, അല്ലെ. അപ്പൊ ഡിസ്റ്റൻസിനെ നമുക്ക്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വെലോസിറ്റി കിട്ടും. വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. ഓക്കെ, അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിൽ നിന്നും വെലോസിറ്റി ആദ്യം കണ്ടുപിടിക്കാം. എന്താണ്, v is equal to dy/dt. അപ്പൊ ഇവിടെ y ആയതുകൊണ്ടാണ് നമ്മളിവിടെ എക്സിന് പകരം ഈ ഇക്വേഷന്റെ y കൊടുത്തത്, അല്ലെ. ഓക്കെ, dy/dt. അപ്പൊ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെന്ന്. ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, x raised to അതായത് d/dx ഓഫ് x raised to n ആണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു n into x raised to n minus 1. ഇതാണ് സമവാക്യം, അല്ലെ. അപ്പൊ ഇവിടെ ut ആണ് ആദ്യത്തെ, അതായത് ut പ്ലസ് ഹാഫ് gt സ്ക്വയർ. ഓക്കെ, ഇതാണ് ഇവിടെ നമുക്ക് ഉള്ള വാല്യൂ എന്ന് പറയുന്നത്. സോ അപ്പൊ യു ടിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? യു കോൺസ്റ്റന്റ്. അപ്പൊ യു നമ്മൾ അതുപോലെ എഴുതും. വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ യു കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നത്. സോ യു ടി എന്ന് പറയുന്ന ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? 1 ആണ്, അല്ലെ. dt/dt 1 ആണ്. സോ അതാണ് യു മാത്രം നമുക്ക് അവിടെ വരും. ഹാഫ് ജി ടി സ്ക്വയർ. ഹാഫ് ജി ടി സ്ക്വയറിൽ ജി എന്താണ്? കോൺസ്റ്റന്റ്. ജി അങ്ങനെ തന്നെ വെക്കും. ഞാൻ ഇവിടെ ഒന്ന് എഴുതി കാണിക്കാം. Okay, d/dt of half gt square. Okay, ഹാഫും ജിയും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അവരെ നമ്മൾ വെളിയിൽ എഴുതാം. എന്നിട്ട് d/dt of dt സ്ക്വയർ. ഓക്കെ, d/dt of t സ്ക്വയർ. ടി സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 2t ആണ്, അല്ലെ. നമുക്ക് ഈ ഒരു സമവാക്യത്തിലോട്ട് ഇട്ട് കൊടുത്താൽ ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? 2 into t raised to 2 minus 1. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2t, അല്ലെ. 2 minus 1 എന്ന് പറയുന്ന 1 ആണ്. അപ്പൊ 2t എന്ന് പറഞ്ഞു വരും. അങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഞാൻ നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു ഇത് എത്ര കിട്ടിയത്? നമുക്ക് 2t കിട്ടി. 2t 2 ഇൻറ്റു ക്യാൻസൽ ആവുമല്ലോ. അപ്പം മിച്ചം വരുന്നത് എന്താണ്? gt. അതാണ് നമ്മളിവിടെ gt എഴുതിയത്. ഉണ്ടോ? അപ്പൊ യു പ്ലസ് ജി ടി എന്ന് കിട്ടി. ഇതെന്താ കിട്ടിയത്? വെലോസിറ്റി ആണ്. ഇനി വെലോസിറ്റി കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ ആക്സലറേഷൻ കണ്ടുപിടിക്കുന്നത്, അല്ലെ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സലറേഷൻ. അപ്പൊ അഗെയിൻ dv/dt ചെയ്യുക ആക്സലറേഷൻ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, സോ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു dv/dt. സോ ഇതിനെ എന്താണ്? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഫസ്റ്റ് ടേമിൽ ടി ഉണ്ടോ? ഇല്ല. ഒരു കോൺസ്റ്റന്റിനെ മാത്രമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അതിന്റെ വാല്യൂ എന്തായി? 0 ആയി പോയി. അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താണ്? 0 ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, du/dt എന്ന് പറയുന്നത് എന്തായി? 0 ആയി. ദാറ്റ് ഈസ് 0 പ്ലസ് അടുത്ത വാല്യൂ എന്താ ഉള്ളത്? ജി ടി മാത്രമാണ്. അപ്പം d/dt ഓഫ് ജി ടി എന്ന് നമുക്ക് കിട്ടുന്നത്. ഒന്നുകൂടെ റബ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് വെലോസിറ്റി കിട്ടി, യു പ്ലസ് ജി ടി എന്ന് കിട്ടി. ഇനി എന്താ? ആക്സലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ dv/dt ആണ് ചെയ്യുന്നത്. സോ അതിൽ ആദ്യത്തെ du/dt എന്തായി? 0 ആയിപ്പോയി. കാരണം അവിടെ ടിയുടെ ടേം ഒന്നും ഇല്ല, അല്ലേ. അപ്പൊ അത് 0 ആയിപ്പോയി. അടുത്തത് എന്താണ്? ജി ടി, രണ്ടാമത്തെ ടേം. അതായത് d/dt ഓഫ്
ജി ടി ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ആ ജി ടി ചെയ്യുമ്പോൾ എന്താ, ജി കോൺസ്റ്റന്റ് നമ്മൾ വെളിയിലെടുത്ത് എഴുതി. ഡി ടി ബൈ ഡി ടി എന്താണ്, 1 ആണ്. ഓക്കെ, ഡി ടി ബൈ ഡി ടി 1 ആണ്. സോ ജി ഇൻറ്റു 1 ദാറ്റ് ഇസ് ജി എന്ന് കിട്ടി. അതാണ് ഇവിടെ ആക്സലറേഷൻ ജി മാത്രമായിട്ട് കിട്ടിയത് അല്ലെ. ഫസ്റ്റ് ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ 0 ആയിപ്പോയി, രണ്ടാമത്തെ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ ജി മാത്രമായി. സോ അതാണ് ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു ജി എന്ന് നമുക്ക് കിട്ടിയത്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ബലമാണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഇസ് എഫ് ഇസ് ഈക്വൽ ടു എം എ. സോ എം എക്ക് വരെ എന്താ നമുക്ക് കിട്ടിയത്, ജി എന്ന് കിട്ടി. സോ എം ജി എന്ന് പറഞ്ഞു കിട്ടി. മനസ്സിലായല്ലോ. അപ്പം ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം ജി എന്ന് പറഞ്ഞൊരു സമവാക്യം നമുക്ക് കിട്ടി അല്ലെ. അപ്പൊ ഈ സമവാക്യം ഗുരുത്വ ത്വരണത്തോടെയുള്ള വസ്തുവിന്റെ ചലനത്തെ പ്രതിനിധാനം ചെയ്യുന്നു. വൈ ജിയുടെ ദിശയിലുള്ള സ്ഥാന നിർദ്ദേശാങ്കമാണ്. ഓക്കെ അല്ലേ. ആവേഗം എന്ന് പറയുന്നത് ഒരു ഇടയ്ക്കിടയ്ക്ക് പി എസ് സി പരീക്ഷകളിൽ കാണാറുള്ളതാണ്. ജനറൽ പി എസ് സി പരീക്ഷയിലും ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ആവേഗം എന്ന് പറയുന്നത്. സോ അതെന്താന്ന് നോക്കാം. ഇനി വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ വലിയ ഒരു ബലം വസ്തുക്കൾക്ക് ആക്കവ്യതിയാനം ഉണ്ടാക്കുന്നത് നാം പലപ്പോഴും കാണാറുണ്ട്. ഉദാഹരണത്തിന് പന്ത് ചുവരിൽ തട്ടി തിരിച്ചു വരുന്നത്. ഇവിടെ പന്തും ചുവരും തമ്മിൽ സമ്പർക്കത്തിലുള്ള വളരെ ചെറിയ ഇടവേളയിൽ മാത്രമാണ് പന്തിന്മേൽ ചുവർ ബലം പ്രയോഗിക്കുന്നത്. എങ്കിൽ പോലും പന്തിന്റെ ആക്കദിശ നേർവിപരീതമാക്കാൻ കഴിയുന്ന തരത്തിൽ ആ ബലം വളരെ വലുതാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ബലത്തെയും ബലം പ്രയോഗിക്കപ്പെടുന്ന ഇടവേളയെയും പ്രത്യേകമായി കണക്കിലെടുക്കുക പ്രയാസമാണ്. എന്നാൽ ബലത്തിന്റെയും സമയത്തിന്റെയും ഗുണനഫലം നമുക്ക് അളക്കാൻ കഴിയുന്ന തരത്തിലാണ്. ഈ ഗുണനഫലത്തെയാണ് ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തോണം, ബലവും സമയവും തമ്മിലുള്ള എന്താണ് ഗുണനഫലമാണ് ആവേഗം എന്ന് പറയുന്നത്. അത് എന്തിനു തുല്യമാണ്, ആക്കവ്യത്യാസത്തിന് തുല്യമാണ്. ഓക്കെ, അപ്പൊ ആക്കവ്യത്യാസവും ആവേഗവും എന്താണ്, തുല്യമാണ്. ഓക്കെ, വളരെ ചെറിയ ഇടവേളയിൽ പ്രവർത്തിക്കുന്ന വളരെ വലിയ ബലത്തെയാണ് ആവേഗ ബലം അല്ലെങ്കിൽ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. മുൻകാലങ്ങളിൽ ആവേഗ ബലത്തെ ഒരു പ്രത്യേക വിഭാഗമായാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ ന്യൂട്ടോണിയൻ ബലതന്ത്രത്തിൽ അത്തരം വ്യത്യാസങ്ങളില്ല. ആവേഗ ബലം മറ്റെല്ലാത്തരം ബലങ്ങളെയും പോലെയുള്ളതാണ്. വ്യത്യാസം ആവേഗബലം വളരെ ചെറിയ ഇടവേളയിൽ പ്രവർത്തിക്കുന്ന വലിയ ബലമാണെന്നത് മാത്രമാണ്. അപ്പൊ ഇത് ഓർത്തോണം, വളരെ ചെറിയ ഇടവേളയിൽ പ്രവർത്തിക്കുന്ന വലിയ ബലം എന്താണെന്ന് ഉള്ള ചോദ്യം മുമ്പുള്ള ചില ജനറൽ പി എസ് സിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ്, ആവേഗമാണത്. ഓക്കെ, അപ്പൊ ഇവിടെ ചെറിയൊരു പ്രോബ്ലം കൂടെ കൊടുത്തിട്ടുണ്ട്. എന്നാ നോക്കാം. ബൗളർ എറിഞ്ഞ വേഗമായ 12 മീറ്റർ പെർ സെക്കൻഡിൽ ഒരു ബാറ്റ്സ്മാൻ പന്തിനെ ബൗളറുടെ നേരെ തിരിച്ചടിക്കുന്നു. പന്തിന്റെ മാസ് 0.15 ആണ്. 15 കിലോഗ്രാം ആയാൽ പന്തിന് ലഭിക്കുന്ന ആവേഗം എത്രയെന്ന് കണക്കാക്കുക അല്ലെ. ആവേഗം കണക്കാക്കാൻ എന്ത് ചെയ്താൽ മതി, നമുക്ക് ആക്കവ്യത്യാസം കണ്ടുപിടിച്ചാൽ മതി. ആവേഗം ഇസ് ഈക്വൽ ടു ആക്കവ്യത്യാസം നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലെ. അപ്പൊ ആക്കവ്യത്യാസമാണ്. ആക്കം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പൊ തന്നിട്ടുണ്ട്. അപ്പം പന്ത് ബോളറുടെ നിന്ന് ബാറ്റ്സ്മാന്റെ അടുത്തോട്ട് പോയി, തിരിച്ച് ബാറ്റ്സ്മാൻ എന്ത് ചെയ്തു, ബോളിനെ തിരിച്ചടിക്കുന്നു. അപ്പൊ രണ്ട് ആക്കം കണ്ടുപിടിക്കണം. അതിന് എന്താണ് വ്യത്യാസം കണ്ടുപിടിക്കണം. ആക്കം എന്ന് പറയുന്നത് എന്താണ്, മാസ് ഇൻറ്റു വെലോസിറ്റി. വെലോസിറ്റി എന്താണ്, രണ്ടും ഒന്നാണ് അല്ലെ. 12 മീറ്റർ പെർ സെക്കൻഡ് ആണ് രണ്ട് വെലോസിറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പം എന്താണ്, മാസ് ഇൻറ്റു വെലോസിറ്റി 0.15 ഇൻറ്റു 12 അല്ലെ. മൈനസ് ഓഫ്, ഇവിടെ മൈനസ് വന്നതെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നപ്പോഴത്തേക്കും വെലോസിറ്റി നമുക്ക് മൈനസ് ഇട്ട് കൊടുത്തു. അപ്പം മൈനസ് പ്ലസ് ആയി. അപ്പൊ 3.6 ന്യൂട്ടൺ സെക്കൻഡ് എന്നാണ് വരുന്നത്. ആക്ച്വലി ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം ആണ് ചെയ്യുന്നത്. അപ്പൊ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് -3.6 ആയിരിക്കും വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഈ നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത് എന്താണ്, ബാറ്റിന്റെ ദിശ ബാറ്റ്സ്മാനിൽ നിന്ന് ബൗളറിലേക്കാണ് എന്നുള്ളതാണ് ആ നെഗറ്റീവ് വാല്യൂ സൂചിപ്പിക്കുന്നത്. ഇവിടെ അപ്പം ആ ഒരു ന്യൂമറിക്കൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, -3.6 വരുമ്പോഴത്തേക്കും ദിശ ബാറ്റ്സ്മാനിൽ നിന്ന് ബൗളറിലേക്കാണെന്നാണ് ആ ഒരു മൈനസ് വാല്യൂ സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ മുകളിൽ സൂചിപ്പിച്ച ഉദാഹരണത്തിൽ പന്തിൽ പ്രയോഗിക്കപ്പെട്ട ബലമോ പന്തും ബാറ്റും തമ്മിൽ സമ്പർക്കത്തിലുണ്ടായിരുന്ന സമയമോ വ്യക്തമായി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ പന്തിന് ലഭിക്കുന്ന ആവേഗം കണക്കാക്കാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആവേഗം എന്താണെന്ന് ഓർത്തോണം. ആവേഗം ആക്കവ്യത്യാസമാണ്. അതേപോലെ തന്നെ വളരെ ചെറിയൊരു സമയ ഇടവേളയിൽ പ്രവർത്തിക്കുന്ന വലിയ ബലത്തിലെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആക്കബലം എന്ന് പറയുന്നത്, ആവേഗ ബലം എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്തത് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം അല്ലെങ്കിൽ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. നോക്കിക്കേ, രണ്ടാം ചലന നിയമം ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കപ്പെടുന്ന ബാഹ്യബലത്തെയും വസ്തുവിന്റെ ത്വരണത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. എന്നാൽ എന്താണ് ഈ വസ്തുക്കളുടെ മേലെയുള്ള ബാഹ്യബലത്തിന്റെ ഉറവിടം? ഈ ബാഹ്യബലത്തിന് കാരണം എന്ത്? ന്യൂട്ടോണിയൻ ബലതന്ത്രത്തിൽ ഇതിനെ ഏറ്റവും ലഘുവായ ഉത്തരം ഈ ബാഹ്യബലം എപ്പോഴും മറ്റൊരു വസ്തു മൂലമാണ് ഉണ്ടാകുന്നത് എന്നതാണ്. എ ബി എന്നിങ്ങനെ ഒരു ജോഡി വസ്തുക്കളെ സങ്കല്പിക്കുക. എയിൽ ബി ഒരു ബാഹ്യബലം സൃഷ്ടിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും നാം ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കും. ഏതാണ്? എ എന്ന വസ്തു
തിരിച്ച് ബിയിൽ ബാഹ്യബലം പ്രയോഗിക്കുന്നുണ്ടോ? ചില ഉദാഹരണങ്ങളിൽ നിന്ന് നമുക്ക് ഇതിന്റെ ഉത്തരം വ്യക്തമായി മനസ്സിലാക്കാം. ഒരു ചുരുളൻ സ്പ്രിങ്ങിനെ അമർത്തിപ്പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നുള്ള ബലം മൂലം സ്പ്രിംഗ് അമർന്നിരിക്കുന്നു. ഇതേ സമയം ഇങ്ങനെ അമർന്നിരിക്കുന്ന സ്പ്രിങ് നമ്മുടെ കയ്യിൽ പ്രയോഗിക്കുന്ന ബലം നമുക്ക് അനുഭവിക്കാൻ കഴിയും. എന്നാൽ വസ്തുക്കൾ തമ്മിൽ പരസ്പരം സമ്പർക്കത്തിലല്ല എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഭൂമി ഒരു കല്ലിനെ ഗുരുത്വാകർഷണ ബലം വഴി താഴേക്ക് ആകർഷിക്കുന്നു. ഈ കല്ല് തിരിച്ച് ഭൂമിയിൽ ബലം പ്രയോഗിക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം വ്യക്തമല്ല. കാരണം കല്ല് ഭൂമിയിൽ പ്രയോഗിക്കുന്ന ബലത്തിന്റെ ആഘാതം നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ന്യൂട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യത്തിന്റെ ഉത്തരം ഉണ്ട്. എന്താണ് കല്ല് ഭൂമിയിലോട്ടും ബലം പ്രയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് നമുക്കിത് കാണാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ആഘാതം നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? കല്ല് ഭൂമിയിൽ തുല്യവും വിപരീതവുമായ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതിന് കാരണം ഭൂമിയുടെ വലിയ മാസാണ്, അല്ലെ? മാസ് ഓഫ് ദി എർത്ത് കമ്പയർഡ് ടു ദ മാസ് ഓഫ് ദി സ്റ്റോൺ, അല്ലെ? രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം മാസ് ഓഫ് ദി സ്റ്റോൺ വളരെ ചെറുതാണ്, അല്ലെ? അതുകൊണ്ട് കല്ലുണ്ടാക്കുന്ന ഒരു ചെറിയ ബലം മൂലം ഭൂമിക്ക് ഉണ്ടാകുന്ന ചലനം അവഗണിക്കാവുന്നതാണ്. ഇപ്രകാരം ന്യൂട്ടോണിയൻ തന്ത്രം അനുസരിച്ച് ബലങ്ങൾ ഒരിക്കലും പ്രകൃതിയിൽ ഒറ്റപ്പെട്ടല്ല പ്രവർത്തിക്കുന്നതെന്ന് കാണാം. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പരം ഇടപെടലാണ് ബലം. ബലം എപ്പോഴും ജോഡികളായാണ് നിലനിൽക്കുന്നത്. അപ്പൊ എന്താണ്? ഒരു ജോഡികളായ ഒരു പെയർ ആയിട്ടാണ് എപ്പോഴും ഫോഴ്സസ് നിലകൊള്ളുന്നത്. രണ്ട് വസ്തുക്കൾക്കിടയിൽ അന്യോന്യം പ്രവർത്തിക്കുന്ന ബലങ്ങൾ എപ്പോഴും തുല്യവും വിപരീതവുമായിരിക്കും. ഈ ആശയത്തെയാണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിന്റെ രൂപത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതിനെയാണ് നമ്മൾ ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് പറയുന്നത്. അപ്പം ഏത് പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും, അല്ലെ? ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ടായിരിക്കും, ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടായിരിക്കും. സോ ന്യൂട്ടന്റെ ഭാഷയിലുള്ള മൂന്നാം ചലന നിയമം വളരെ സ്പഷ്ടവും മനോഹരവുമാകയാൽ അത് സാധാരണ ശൈലിയുള്ള ഭാഗമായി മാറിയിട്ടുണ്ട്. തന്മൂലം തന്നെ ഇത് വളരെ തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കാം. പ്രവർത്തനം, പ്രതിപ്രവർത്തനം എന്നീ വാക്കുകളുടെ പ്രയോഗം സംബന്ധിച്ച ചില വസ്തുതകൾ നമുക്ക് പരിശോധിക്കാം, അല്ലെ? ഇപ്പൊ ഇത് ആക്ഷനും റിയാക്ഷനും നമ്മൾ എപ്പോഴും പറയും. ഈ ആക്ഷനും റിയാക്ഷനെയും കുറിച്ച് ചില തെറ്റിദ്ധാരണകളുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം എന്നാണ് പറയുന്നത്. നോക്കാം. മൂന്നാം ചലന നിയമത്തിൽ പ്രതിപാദിക്കുന്ന പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ബലങ്ങളാണ്. മൂന്നാം ചലന നിയമത്തെ സ്പഷ്ടമായി താഴെ പറയുന്ന തരത്തിൽ നിർവചിക്കാം. അതായത് ബലങ്ങൾ എപ്പോഴും ജോഡികളായാണ് പ്രവർത്തിക്കുന്നത്. എ എന്ന വസ്തുവിൽ ബി എന്ന വസ്തു പ്രയോഗിക്കുന്ന ബലം ബി എന്ന വസ്തുവിൽ എ പ്രയോഗിക്കുന്ന ബലത്തിന് തുല്യവും വിപരീതവുമായിരിക്കും. അപ്പൊ നമ്മൾ റിയാക്ഷൻ, ഓപ്പോസിറ്റ് റിയാക്ഷൻ, ആക്ഷൻ, റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എന്താണ്? ബലങ്ങളാണ്, അല്ലെ? എ ബിയിൽ അപ്ലൈ ചെയ്യുന്നു, അപ്പൊ ബി എയിലോട്ടും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഇവരെപ്പോഴും ജോഡിയായിട്ടാണ് കാണുന്നത്. അതുപോലെ തുല്യവും വിപരീതവുമായിരിക്കും ഈ ബലങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? സോ പ്രവർത്തനം, പ്രതിപ്രവർത്തനം എന്നീ പ്രയോഗങ്ങൾ തെറ്റായ ധാരണ സൃഷ്ടിക്കാറുണ്ട്. പ്രവർത്തനത്തെ തുടർന്നാണ് പ്രതിപ്രവർത്തനം ഉണ്ടാകുന്നതെന്ന അതായത് പ്രവർത്തനം കാരണവും പ്രതിപ്രവർത്തനം എന്നത് അതിന്റെ ഫലവും ആണെന്ന തെറ്റായ ധാരണയാണ് ഉണ്ടാകുന്നത്. എന്നാൽ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിൽ യാതൊരു കാര്യകാരണ ബന്ധവും മൂന്നാം ചലന നിയമം വിവക്ഷിക്കുന്നില്ല. എയിൽ ബി പ്രയോഗിക്കുന്ന ബലവും ബിയിൽ എ പ്രയോഗിക്കുന്ന ബലവും ഒരേ സമയത്താണ് പ്രവർത്തിക്കുന്നത്, അല്ലെ? നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? എ ബിയിൽ ഒരു ഫോഴ്സ് കൊടുത്താൽ ബി പിന്നെ എയിലോട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ തേർഡ് ലോ പറയുന്നത് എന്താണ്? ഇത് രണ്ടും ഒരേ സമയത്താണ് പ്രവർത്തിക്കുന്നത്. ഇത് രണ്ടിനും കാര്യമായിട്ടുള്ള ബന്ധമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. സോ അതിനാൽ ഇവയിൽ ഏതിനെ വേണമെങ്കിലും പ്രവർത്തനമെന്നും മറ്റേതിനെ പ്രതിപ്രവർത്തനമെന്നും നമുക്ക് നിർവചിക്കാം. സോ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും വ്യത്യസ്ത വസ്തുക്കളിലാണ് പ്രവർത്തിക്കുന്നത്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു നല്ലൊരു പോയിന്റ് ആണത്. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും വ്യത്യസ്ത വസ്തുക്കളിലാണ് പ്രവർത്തിക്കുന്നത്, ഒരേ വസ്തുവിലല്ല. എ ബി എന്നീ രണ്ട് വസ്തുക്കൾ സങ്കല്പിക്കുക. മൂന്നാം ചലന നിയമം അനുസരിച്ച് എഫ് എ ബി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ബി എ ആണ്. ഓക്കെ. അതായത് എഫ് എ ബി എന്ന് പറയുന്നത് എന്താണ്? എയിൽ പ്രയോഗിക്കുന്ന ബലം ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ബിയിൽ പ്രയോഗിക്കുന്ന ബലമാണ്. ഓക്കെ. ഫോഴ്സ് ഓൺ എ ബൈ ബി, അതാണ് എഫ് എ ബി എന്ന് പറയുന്നത്. എഫ് ബി എ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഓൺ ബി ബൈ എ. ഓക്കെ. എ ബിയിൽ കൊടുക്കുന്ന ബലമാണ് എഫ് ബി എ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ആ മൈനസ് സൂചിപ്പിക്കുന്നത് ഓപ്പോസിറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മൈനസ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. സോ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ മാത്രം ചലനമാണ് നാം പരിഗണിക്കുന്നതെങ്കിൽ, അതായത് എയോ ബിയോ, മേൽപ്പറഞ്ഞവയിൽ ഏതെങ്കിലും ഒരു ബലം മാത്രമേ കണക്കിലെടുക്കുകയുള്ളൂ. ഈ രണ്ട് ബലങ്ങളും തമ്മിൽ കൂട്ടുന്നത് മൂലം കിട്ടുന്ന ആകെ ബലം പൂജ്യമാണെന്ന് കരുതുന്നതും സാധാരണ വരുത്താറുള്ള ഒരു പിഴവാണ്. നാം രണ്ട് വസ്തുക്കളിലുള്ള ഒരു വ്യൂഹത്തെ മുഴുവനായി പരിഗണിച്ചാൽ എഫ് എ ബി, എഫ് ബി എ എന്നിവ ഈ വ്യൂഹത്തിൽ എ പ്ലസ് ബിയിൽ പ്രവർത്തിക്കുന്ന ആന്തരിക ബലങ്ങളാണ്.
ഇവ രണ്ടും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന ശൂന്യബലം ആണ്. അതായത് ഒരു വസ്തുവിന്മേലോ വസ്തുക്കളുടെ വ്യൂഹത്തിലോ പ്രവർത്തിക്കുന്ന ആന്തരിക ബലങ്ങൾ പരസ്പരം റദ്ദാക്കപ്പെടുന്നു. ഈ സുപ്രധാന വസ്തുത ഒരു വസ്തുവിന്റെ മേലോ കണികകളുടെ വ്യൂഹത്തിലോ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം പ്രയോഗയോഗ്യമാക്കുന്നതിന് സഹായമാകുന്നു. ഓക്കെ, അധ്യായം 7 കാണുക. അധ്യായം 7 എന്ന് പറഞ്ഞാൽ പാർട്ടിക്കൽ റൊട്ടേഷണൽ ഡൈനാമിക്സ് ആണ്. ഓക്കെ, അതിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആണ് പറയുന്നത്. സോ ഇവിടെ പറയുന്നത് എന്താണ്? പ്രവർത്തനവും പ്രതിപ്രവർത്തനവും രണ്ട് വ്യത്യസ്ത വസ്തുക്കളിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇവിടെ ഒരു ആക്ക സംരക്ഷണ നിയമമുണ്ട്. അത് കൺസർവേഷൻ ഓഫ് മൊമെന്റം. അത് നമ്മുടെ അടുത്ത ടോപ്പിക്കിൽ വരുന്നുണ്ട്. കൺസർവേഷൻ ലോസിൽ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പറയുന്നുണ്ട്. സോ ഇതുകൂടെ ഒന്ന് നമുക്ക് നോക്കാം. കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന മൊമെന്റം എന്ന് പറയുന്നത് ശരിക്കും ലീനിയർ മൊമെന്റം ആണ് കേട്ടോ, ലീനിയർ മൊമെന്റം. അപ്പൊ ഇതുകൂടെ നോക്കാം. ആക്ക സംരക്ഷണം അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് മൊമെന്റം. ന്യൂട്ടന്റെ 2ഉം 3ഉം ചലന നിയമങ്ങളിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു അനുമാനമായ ആക്ക സംരക്ഷണ നിയമത്തിൽ എത്തിച്ചേരുന്നു. നമുക്ക് സുപരിചിതമായ ഒരു ഉദാഹരണം പരിഗണിക്കാം. ഒരു തോക്കിൽ നിന്നും വെടിയുണ്ട ഉതിർക്കുന്നത് സങ്കല്പിക്കുക. 3ആം ചലന നിയമം അനുസരിച്ച് വെടിയുണ്ടയിൽ തോക്ക് പ്രയോഗിക്കുന്ന ബലം F ആണെങ്കിൽ തോക്കിൽ വെടിയുണ്ട പ്രയോഗിക്കുന്ന ബലം എന്താണ്? -F ആണ്. നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ ആ കാര്യങ്ങൾ. ഈ രണ്ടു ബലങ്ങളും പ്രയോഗിക്കപ്പെടുന്നത് ΔT എന്ന ഒരേ ഇടവേളയിലാണ്. ഓക്കെ, അപ്പൊ രണ്ടാം ചലന നിയമം അനുസരിച്ച് വെടിയുണ്ട ഉണ്ടാക്കുന്ന ആക്ക വ്യത്യാസം F × ΔTയും തോക്കിനുണ്ടാകുന്ന ആക്ക വ്യത്യാസം എന്താണ്? -F × ΔTയും ആണ്. ഓക്കെ അല്ലേ? -F, ഇവിടെ മൈനസ് ഉണ്ട്. തുടക്കത്തിൽ തോക്കും വെടിയുണ്ടയും നിശ്ചലാവസ്ഥയിലായിരിക്കുന്നതിനാൽ രണ്ടിനും ഉണ്ടാകുന്ന ആക്ക വ്യത്യാസം എന്നത് അന്ത്യ ആക്കം തന്നെയായിരിക്കും. അതായത് പി ഇത് ജി ആണ്, PB ആണ്. PB എന്നത് വെടിയുതിർക്കുന്നതിനു ശേഷം വെടിയുണ്ടയിലുള്ള ആക്കവും PG എന്നത് തോക്കിന്റെ പിൻചലനവും ആക്കവും ആണെങ്കിൽ PG is equal to -PB. അതായത് PB plus PG equal to 0. അതായത് B എന്ന് പറയുന്നത് ബുള്ളറ്റിന്റെ അല്ലെ, വെടിയുണ്ടതിന് ശേഷമുള്ള വെടിയുണ്ടയുടെ ആക്കമാണ് PB. PG എന്ന് പറയുന്നത് തോക്കിന്റെ ആക്കം. ഇത് രണ്ടും എന്താണ്? PG is equal to -PB ആണെന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഇസ് ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, സോ അതിനാൽ വെടിയുണ്ടയുടെയും തോക്കും ചേർന്ന വ്യൂഹത്തിന്റെ സഫല ആക്കം എന്നത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതായി കാണാം. അതായത് ടോട്ടൽ മൊമെന്റം, ബുള്ളറ്റും ഗണ്ണും കൂടെ ചേരുന്ന ആ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റം എന്താണ്? സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ കൺസേർവ്ഡ് ആണ് എന്ന് നമുക്ക് പറയാം. കാരണം രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി എന്ന് നമുക്ക് പറഞ്ഞു. ഓക്കെ, സോ ഇപ്രകാരം ഒറ്റപ്പെട്ട ഒരു വ്യൂഹത്തിലുള്ള ഒരു ബാഹ്യബലവും ഇല്ലാത്ത വ്യൂഹത്തിൽ ജോഡികളായ വസ്തുക്കളിൽ പരസ്പരം പ്രയോഗിക്കപ്പെടുന്ന ബലങ്ങൾ എന്താണ്? ഓരോ വസ്തുവിലും ആക്ക വ്യത്യാസം ഉണ്ടാക്കുന്നു. എന്നാൽ ഈ പരസ്പര ബലങ്ങൾ ഓരോ ജോഡിയിലും തുല്യവും വിപരീതമാകിയാൽ പരസ്പരം റദ്ദു ചെയ്യപ്പെടുകയും ആകെ ആക്കം സ്ഥിരമായിരിക്കുകയും ചെയ്യും. ഈ വസ്തുതയെ ആക്ക സംരക്ഷണ നിയമം എന്ന് പറയുന്നു. അപ്പൊ എന്താണ് പറയുന്നത്? പരസ്പര ബലങ്ങൾ ഓരോ ജോഡിയിലും എന്താണ്? തുല്യവും വിപരീതവും ആകയാൽ പരസ്പരം എന്ത് ചെയ്തു? റദ്ദു ചെയ്യപ്പെടുകയും ആകെയുള്ള ആക്കം എന്തായി മാറും? സ്ഥിരമായിരിക്കുകയും ചെയ്യും. അപ്പൊ ഈ വസ്തുതയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആക്ക സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. അതായത് എന്താ ഇവിടെ പറയുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട്? ബാഹ്യബലം ഇല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട വ്യൂഹത്തിലെ സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വസ്തുക്കളുടെ ആകെ ആക്കം എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. അതാണ് എന്ത്? ആക്ക സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ടോട്ടൽ മൊമെന്റം ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഓഫ് ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ് ഇസ് കൺസേർവ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒറ്റപ്പെട്ട വ്യൂഹം എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെയാണ്. അപ്പം സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വസ്തുക്കളുടെ ആകെ ആക്കം എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. സോ ആക്ക സംരക്ഷണ നിയമം പ്രയോഗിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള കൂട്ടിയിടി അല്ലെ. AB എന്നീ രണ്ട് വസ്തുക്കളെ സങ്കല്പിക്കുക. ഇവയുടെ ആദ്യ ആക്കം യഥാക്രമം PA PB എന്നിങ്ങനെ എന്നിരിക്കട്ടെ. ഈ വസ്തുക്കൾ പരസ്പരം കൂട്ടിയിടിച്ച ശേഷം വേർപെടുമ്പോൾ അവയുടെ അന്തിമ ആക്കങ്ങൾ യഥാക്രമം PA' PB', അതായത് ഇവിടെ ഒരു ഡാഷ് ഇട്ടേക്കുന്നുണ്ട്, PA' and PB' എന്നിങ്ങനെയാണ്. അതായത് ആദ്യം രണ്ട് വസ്തുക്കൾ ഉണ്ടായിരുന്നു, A B. ഇവരുടെ ആക്കം PAയും PB ആയിരുന്നു. കൂട്ടിയിടിക്ക് ശേഷം അവരുടെ ആക്കം PA' PB' ആയി. അതായത് രണ്ടാം ചലന നിയമം അനുസരിച്ച് എന്താണ്? FAB × ΔT is equal to PA' minus PA. ഓക്കെ അല്ലേ? ഇത് F is equal to P change in momentum by ΔT. F is equal to ΔP by ΔT. അത് തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതിയത്. ΔT അങ്ങോട്ട് എടുത്ത് എഴുതിയതേ ഉള്ളൂ. ഓക്കെ,
then FAB into delta T is equal to PA dash minus PA and FBA into delta T is equal to PB dash minus PB. So ഇവിടെ രണ്ട് ബലങ്ങളും അനുഭവപ്പെടുന്ന ഇടവേള ഒന്ന് തന്നെ ആയിരിക്കണമെന്ന് കണക്കാക്കിയിരിക്കുന്നു. അതായത് രണ്ട് വസ്തുക്കളും പരസ്പരം സമ്പർക്കത്തിലിരിക്കുന്ന സമയം. അപ്പൊ എന്താണ് പറയുന്നത്? എന്നാൽ മൂന്നാം ചലന നിയമം അനുസരിച്ച് FAB is equal to minus BA ആണ്. സോ PA dash minus PA is equal to minus of PB dash minus PB. നമ്മൾ നേരത്തെ ഈ FABക്കും FBAക്കും കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സോ ഇത് രണ്ടെന്താണ്? മൈനസ് ഓഫ് ഇതാണെന്ന് നമുക്ക് കിട്ടി. സോ അതായത് PA dash plus PB dash is equal to PA plus PB. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? ആ ഒരു കൂട്ടിമുട്ടല് ഉണ്ടാകുന്നതിന് മുമ്പും പിമ്പും ഉള്ള ആക്കം എന്താണ്? തുല്യമാണ് അല്ലെ? ഒറ്റപ്പെട്ട ഒരു വ്യൂഹത്തിന്റെ ആക്കം ആദ്യ ആക്കവും ആകെ അന്തിമ ആക്കവും തുല്യമാണ് അല്ലെ? കൂട്ടിയിടിക്ക് മുമ്പേ ഉള്ള ആക്കവും കൂട്ടിയിടി കഴിഞ്ഞതിന് ശേഷമുള്ള ആക്കവും എന്താണ്? തുല്യമായിരിക്കും. ഇതാണ് ആക്ക സംരക്ഷണം. മൊമെന്റം എന്താണ്? കൺസേർവ്ഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനെക്കാട്ടിൽ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവണം. അതായത് രണ്ട് വസ്തുക്കൾ കൂട്ടിയിടിക്കപ്പെട്ടു എന്നാണ് നമ്മൾ പറഞ്ഞത്. അവരുടെ ആകെ കൂട്ടിയിടിക്ക് മുമ്പേ ഉള്ള ആക്കമാണ് PA പ്ലസ് PB. കൂട്ടിയിടിക്ക് ശേഷമുള്ള ആക്കമാണ് PA ഡാഷും PB ഡാഷും. അത് രണ്ടും എന്താണ്? ഈ കൂട്ടിയിടിക്ക് മുമ്പുള്ളതും കൂട്ടിയിടിക്ക് ശേഷമുള്ളത് ആക്കം എന്താണ്? തുല്യമായിരിക്കും. അല്ലെങ്കിൽ എന്താണ്? ആക്കം അവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ആക്ക സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കൺസേർവ്ഡ് ആണ്. അതാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, ആക്ക സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി കൂട്ടിയിടി ഇലാസ്തിക സംഘട്ടനമായാലും ഇലാസ്തികമല്ലാത്ത സംഘട്ടനമായാലും ഇത് ബാധകമാണെന്നത് ശ്രദ്ധിക്കുമല്ലോ. ഇലാസ്തികത സംഘട്ടനങ്ങളിൽ വ്യൂഹത്തിന്റെ ആദ്യ ഗതികോർജവും ആകെ അന്ത്യഗതികോർജവും തുല്യമാണെന്നുള്ള രണ്ടാമതൊരു നിബന്ധന കൂടിയുണ്ട്. അത് നമ്മൾ വർക്ക് ആൻഡ് എനർജി ആ ഒരു പോർഷനിലാണ് ഈ കൊളിഷൻ, ഇനാസ്റ്റിക് കൊളിഷനും ഇൻലാസ്റ്റിക് കൊളിഷനും പറയുന്നത്. അപ്പൊ ഇലാസ്റ്റിക് കൊളിഷൻ ആയാലും ഇൻലാസ്റ്റിക് കൊളിഷൻ ആയാലും എന്താണ്? മൊമെന്റം എന്ത് ചെയ്യുന്നു? കൺസേർവ്ഡ് ആണ് അല്ലെ? പക്ഷേ ഇലാസ്റ്റിക് കൊളിഷനിൽ വേറൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്. കൈനറ്റിക് എനർജിയും കൂടെ എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, ഇനിഷ്യൽ കൈനറ്റിക് എനർജിയും ഫൈനൽ കൈനറ്റിക് എനർജിയും എന്താണ്? ഗതികോർജം എന്താണ്? കൈനറ്റിക് എനർജിയാണ് കേട്ടോ. അതായത് ഒരു വസ്തുവിന്റെ കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി അറിയാലോ, എന്താണ്? മോഷനിലിരിക്കുന്ന ഒരു വസ്തുവിന് ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. ഓക്കെ, ഇതാണ് ആക്ക സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കുക. ദെൻ മൂന്നാം ചലന നിയമവും എനിക്ക് തോന്നുന്നു മനസ്സിലായെന്ന് അല്ലേ? അപ്പൊ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും വ്യത്യസ്ത വസ്തുക്കളിലാണെന്നുള്ള പോയിന്റ് ഓർത്തിരിക്കണം. പിന്നെന്താണ്? പിന്നെ ഈ ആക്ഷൻ റിയാക്ഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ബലങ്ങൾ തന്നെയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. പിന്നെ ഈ ഒരു സെക്കൻഡ് ലോയിൽ കുറച്ച് നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞില്ലേ, അത് ഓർത്തണം. ആവേഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആവേഗം, അത് ഓർത്തോണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പം ഈ ഒരു ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.